ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച വളരെ പ്രത്യേകതയുള്ള ആഴ്ചയാണ്. ഹോളി വീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഹോളി എന്ന വാക്കിന് ഹോളിസ്റ്റിക്കുമായിട്ട് എത്രമാത്രം അടുപ്പമുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നത്. ഒരു സമഗ്രത ഇല്ലെങ്കിൽ ഹോളി എന്ന് പറയുന്ന ഹോളിനെസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഇവിടെ സാധാരണ നമ്മൾ സമഗ്രത എന്ന് പറയുമ്പോൾ ഹോളിസ്റ്റിക് എന്ന അപ്രോച്ചിൽ രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ. പക്ഷേ ഈ ഹോളി വീക്കിൽ അത് സ്പിരിച്വൽ എന്ന് പറയുന്ന തലം, സ്പിരിറ്റ് എന്ന് പറയുന്നൊരു തലവും കൂടെ ചേർത്ത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. സോ 3 ഡയമെൻഷണൽ തലത്തിൽ എങ്ങനെ ഒരു വ്യക്തിക്ക് ഹോളിസ്റ്റിക്കായി മാറാം. അപ്പോൾ അവിടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് അതൊരു ഹോളിനെസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഹോളിസ്റ്റിക് ഹെൽത്തിന് എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് സമഗ്രമായി സഹായിക്കുന്നതെന്ന് ഇളങ്കോ സാറിനോട് ഒരിക്കലൂടെ കേൾക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, sir. Thanks a lot for giving me a chance and for welcoming me. നമ്മൾ എപ്പോഴും കുറച്ച് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു നോൺ കോമൺ ടോപ്പിക് എടുക്കുമ്പോൾ പല ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് പീപ്പിൾ മേ റിഫ്രൈൻ ലിസണിങ് ദാറ്റ്. ഞാൻ ഒരു 1 Minute Manager എന്ന ഒരു ബുക്ക് വായിച്ചു. 1 Minute Managerലെ അതിന് റാറ്റ്സിനെ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം, റൈറ്റ് ആൻഡ് ടോപ്പ് കോർണറിലാണ്. ഹു ഹാസ് റെഡ് 1 Minute Manager മനസ്സിലാവും. അതിനകത്ത് അച്ചീവ് ചെയ്യാൻ റാറ്റിന് ഒരു പാത്വേ ഉണ്ടാക്കി കൊടുക്കണം. ബട്ട് ഇറ്റ് ഷുഡ് ബി എയിമിങ് ടുവേഴ്സ് ദ ഗോൾ ഓഫ് അച്ചീവിങ് ദ ടോപ്പ് റൈറ്റ്. അപ്പോൾ ടോപ്പ് റൈറ്റിൽ ഒരു ബെല്ലുണ്ട്, അത് പ്രസ് ചെയ്താൽ മാത്രമേ താഴെ ഇറ്റ് വിൽ ഗെറ്റ് ഫുഡ് ഫെഡ്, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇഫ് ഇറ്റ് മിസ്സസ് ഇറ്റ് വിൽ ബി മിസ്സിങ് ദ ഫുഡ് ആൾസോ. അപ്പം ആ 1 Minute Managerൽ ബുക്ക് പറഞ്ഞ ബ്ലക്കാർഡിന്റെ ബുക്കാണത്. വാട്ട് ഈസ് ഹി സേയിങ് ഈസ് always you should not make the goal or target quite higher or non-achievable. Then people may refrain from doing that. So you should always make only 10% of growth, and in 10 steps or 12 steps people may achieve goal. But in the theory science based ayathukondu probably I may not stand in 10% higher. It may reach 20 to 25%. അതുകൊണ്ട് number of participants may not reach up to the level what you expect, but I expect only this. Thanks a lot, sir. Fantastic day. സാർ പറഞ്ഞതുപോലെ ഇത് ഹോളി വീക്ക് ആണ്. ഹോളി വീക്കിൽ ഇന്ന് പെസഹ വ്യാഴമാണ്. മീൻസ് ദ ലാസ്റ്റ് സപ്പർ Jesus Christ said to had along with another 10 members. അപ്പം ഇന്ന് ഒരു നോർമൽ ലാസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഡേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത്ര ഒരു ആൻറ്റിസിപ്പേറ്റഡ് ഡേയിൽ സാർ എനിക്കൊരു അവസരം ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഹെൽത്തിനെ കുറിച്ച് ഒരു സെഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഐ ആം റിയലി ത്രിൽഡ് ആർ ഹാപ്പിയർ. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് ഐ ഹാവ് ടേക്കൺ ഓൺ മെനി സെഷൻസ് ഓൺ ബ്രെയിൻ. അപ്പോൾ ഇന്ന് ലാസ്റ്റിൽ ആഫ്റ്റർ 5:30 വെൻ ഐ വാസ് ബീൻ ഹെൽഡ് അപ്പ് ഇൻ മൈ ഓഫീസ്, ഞാൻ പറഞ്ഞു സാറേ എനിക്കിന്ന് ഒരു സെഷൻ എടുക്കാനുണ്ട്, ഐ ആം ജസ്റ്റ് സ്റ്റാർട്ടഡ് റെഫറിങ് ബ്രെയിൻ. അപ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്താണ് റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്ന് വായിക്കുമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2-3 സെൻറ്റൻസസ് ഒക്കെ വായിച്ച് കാണിച്ചപ്പം ഹി റിയലി ഗോട്ട് എക്സൈറ്റഡ്. അതിൽ ഒരു പോർഷനാണ് നമ്മുടെ, അത് ഞാൻ ചോദ്യമായിട്ട് ചോദിക്കാം, നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബോഡിയിൽ എത്ര പെർസെൻറ്റേജ് മിനിമം വരാൻ ചാൻസ് ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ബ്രെയിനിന്റെ വെയിറ്റ് നമ്മുടെ ബോഡിയുടെ വെയിറ്റിൽ we should know that. ഇപ്പം നമ്മുടെ ബ്രെയിൻ മീൻസ് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് കൊണ്ടാണ്. ബ്രെയിനിനെ നമ്മൾ എങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നു, എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു തരുന്ന ഒരു ടോപ്പിക്കാണ് ലിവിങ്.
ലൈഫ് ഈസ് ഫോർ ലിവിങ്. അപ്പൊ ലിവിങ്ങിന് ഓരോരാളും ഓരോരോ ഡെഫിനിഷൻ തരാറുണ്ട്. മീൻസ് ഓരോരാളും മീൻസ് നോട്ട് ഓൾ ദ സിറ്റിസൺസ്, ഓൾ ദ എമിനന്റ് പേഴ്സണാലിറ്റീസ് ആർ ദ സയന്റിസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സയന്റിസ്റ്റ് ആർ ട്രൈങ് ടു ഇന്റർപ്രിറ്റേറ്റ് ഹൗ ടു ലിവ്. അതിൽ ഒരു ന്യൂറോ സയന്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഞാൻ ചെയ്തുകൊണ്ട് പോകുന്ന തിയറിയുടെ ഗുരു തിക് നാട്ട് ഹാൻ. തിക് നാട്ട് ഹാൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്ലം വില്ലേജ് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത് ജനങ്ങൾക്കെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. ഹീസ് എ കൊറിയൻ ബുദ്ധിസ്റ്റ് മോങ്ക് ആണ്. ഹി മെയിൻലി സ്റ്റാർട്ടഡ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് വാട്ട് ഹി ടോട്ട് is mindfulness is nothing but live in the present. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഏരിയയിൽ ഒരു സെഷൻ കേട്ട് അത് ഐ റിയലി ട്രൈ ടു ക്രൈ. അവർ മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്ന് ഒരു ടോപ്പിക് എടുത്തിട്ട് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് ഈസ് എ സ്ലോ ഈറ്റിംഗ്, മൈൻഡ്ലെസ് ഈറ്റിംഗ് ഈസ് ഫാസ്റ്റ് ഈറ്റിംഗ്. ഇതാണ് അവർ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തപ്പം എനിക്ക് നല്ല ചീത്ത വിളിക്കണം തോന്നി. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ സ്ഥലം വിട്ടു. Mindfulness has no connectivity with slow or fast. Mindfulness is a thing, live in the present with awareness, attending and doing. ഇത്രയേ ഉള്ളൂ. I talk about 7 words. Out of that, these 3 words are important. First, you should be aware that you are living, that you are living in the world, that you are holistic, that you are in the holistic society, that you are along with your whole wife, that you are in the whole family. അപ്പൊ ഇങ്ങനത്തെയാണ് നമ്മൾ ഓരോന്നും. You should be aware. Then you should attend your wife, you should attend your father, you should attend your mother, you should attend your family members like son, daughter or grandchild, whatever you call it. Then you should attend your neighbors, you should attend your society. ഇങ്ങനെയാണ് ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ തിയറി. ഇത് പലരും ഷോർട്ട്ലി ദൂരത്തിരുന്ന് എവിടെയോ വായിച്ചിട്ട് മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾ, മൈൻഡ്ലെസ് എന്നാണ് ഓരോരുത്തർ വായിക്കുന്നത്. ദർ ഇസ് നോ മൈൻഡ്ലെസ്. മൈൻഡ്ലെസ് ആരോ ഒരാൾ റോങ് ആയിട്ട് ഡെഫൈൻ ചെയ്താണ്. നെറ്റിൽ നോക്കിയപ്പം ഒരു 100 ഈക്വലൻസി ചോദിച്ചപ്പം 99ാമത്തതാണ് മൈൻഡ്ലെസ് വന്നത്. അത് ഇസ് ഇറ്റ് റൈറ്റ് എന്ന് ചോദിച്ചാൽ ഫ്രം ഇളങ്കോസ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് റോങ്. മൈൻഡ്ഫുൾനെസ് ആർ മൈൻഡ്ഫുൾ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അൺമൈൻഡ്ഫുൾ ആണ്. അപ്പം അൺമൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ വർത്തമാനകാലത്തിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ജീവിക്കുകയോ ഇല്ലാത്ത സമയത്താണ് അൺമൈൻഡ്ഫുൾ ആകുന്നത്. അപ്പം ടുഡേ ടോപ്പിക് ഈസ് ഹോളിസ്റ്റിക് ലിവിങ് ആർ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്. ഈ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ലിവിങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നേരെ ചൊവ്വ ജീവിക്കുന്നില്ലെങ്കിൽ നോർത്ത് കേരളയിലെ കുതിരവട്ടത്തിലോ തെക്കൻ കേരളത്തിലോ ഊളംപാറയിലോ കൊണ്ട് ചേർക്കും. So you all understood what am I trying to talk is. അതിൻ്റെ അത്യാവശ്യം എന്താന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കുന്നതും മനുഷ്യൻ പ്രവർത്തിക്കുന്നതും മനുഷ്യൻ ആക്ഷൻ ചെയ്യുന്നതും മനുഷ്യൻ എന്ത് ചെയ്യുന്നോ that all should synchronize, all should go in tandem. English പറഞ്ഞ in tandem or hand in glove, whatever you call it. ഞാൻ ചിന്തിക്കുന്നതേ ചെയ്യാവൂ, ചെയ്യുന്നതേ ചിന്തിക്കാവൂ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതാണ് പറയേണ്ടത്, പറഞ്ഞതാണ് ഉദ്ദേശിക്കേണ്ടത്. ഇങ്ങനെയാണ് കറക്റ്റ് സെന്റൻസസ്. അതാണ് ജീവിതം. അതല്ല ഞാൻ നടക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ ഞാൻ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ അടുത്ത് ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചു, ഞാൻ എന്തരടാ ഡാഷ എന്ന് പറഞ്ഞു. അതിന് പിന്നെ സ്ത്രീലിംഗം പുല്ലിംഗം കറക്റ്റായിട്ട് മാച്ച് ചെയ്തില്ല. ഇങ്ങനൊക്കെ വരുമ്പോഴാണ് കൊഗ്നിഷൻ ഈസ് റോങ് എന്ന് പറയും. അപ്പൊ വാട്ട് ഈസ് കൊഗ്നിഷൻ എന്ന് ചോദിച്ചപ്പോൾ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയും ബ്രെയിനിന്റെ തിങ്കിങ്ങും സൈക്കോമോട്ടർ ആക്ടിവിറ്റിയും ഒന്നായിരുന്നാൽ, ഒരേ ലെവലിൽ നിന്നാൽ ദാറ്റ് ഈസ് സോ കാൾഡ് യുവർ കൊഗ്നിഷൻ ഈസ് റൈറ്റ്. ഈ കൊഗ്നിഷൻ എല്ലാവർക്കും റൈറ്റ് ആണ് അപ് ടു സെർട്ടൺ ലെവൽ. ഒരു ചെറിയ ബാൻഡ് വിത്ത് ഉണ്ട്. ആ ബാൻഡ് വിത്തിനെ കാട്ടിലും കുറച്ച് വ്യത്യാസമായി കുറച്ച് ദൂരത്തിലോ അല്ലെങ്കിൽ
വൈഡൻ ഏരിയയിലോട്ട് ചെല്ലുമ്പോഴാണ് we try to say that he has anxiety or he has depression or he is bipolar അല്ലെങ്കിൽ he is psychosis, he is schizophrenia എന്നിവരെ കുറേ തിയറീസിന്റെ ഏരിയയിലോട്ട് കൊണ്ട് ഇവരെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫിക്സ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നത്തിങ് എൽസ്. Is he living? Yes, 100% he lives. Is he all right? He is all right as per him. ബട്ട് നമ്മളെല്ലാവരും ഒരു കോമണേഴ്സ് നോക്കുമ്പോൾ ഹി ഈസ് നോട്ട് ലിവിങ് റൈറ്റ്ലി. അവൻ മുണ്ടെടുക്കാതെ റോട്ടിൽ കൂടെ നടക്കുന്നു. നടന്നാൽ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നത്തിങ് ഇസ് റോങ്. ബട്ട് ഇൻ ആർ സിവിക് സൊസൈറ്റി നമ്മൾ കുറേ ഡെഫിനിഷൻസ് വെച്ചിട്ടുണ്ട്. വി ആർ പ്രീ കണ്ടീഷൻഡ്. ഈ പ്രീ കണ്ടീഷനിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഹാസ് ടു വർക്ക് റൈറ്റ്ലി. അപ്പൊ ഈ ബ്രെയിനിന്റെ വെയിറ്റ് ഞാൻ മനസ്സിലാക്കിയതോളം 2% ആർ ലെസർ ദാൻ 2% ഓഫ് അവർ ബോഡി. ഈ 2% ഉള്ള ഒരു ബ്രെയിൻ ടേക്സ് എനർജി ഓഫ് ഹൗ മച്ച്? ക്യാൻ എനിബഡി സപ്പോർട്ട് മീ? 75%. 20 to 25% of our actual energy is being consumed by brain when it is even idle or when it is working, unless you give extraordinary brain work. ഇതാണ് അത് ഞാൻ സിംപിളറായിട്ട് വായിച്ച ഒരു തിയറി. ആ തിയറി പറഞ്ഞു തരുന്നത് even though it is around 2% of your body weight, it consumes 20 to 25% of your energy. അതുകൊണ്ടാണ് ഈ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഹു വർക്ക്സ് ഓൺ ദ ബ്രെയിൻ, മാത്തമാറ്റീഷ്യൻസ് ആർ ടീച്ചേഴ്സ് ആർ ഹു ആർ റിയലി വർക്കിംഗ് ഓൺ സംതിങ്, അവർ ഫിസിക്കൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ദേ ഗെറ്റ് ടയേർഡ്. അവർ ഹെവിലി ടയേർഡ് ആവും ദാൻ എ പേഴ്സൺ ഹു വർക്ക്സ് ഫിസിക്കലി. റീസൺ ഈസ് brain tries to consume 20 to 25% of your energy. അതൊരു നല്ലൊരു ഏരിയ ആണ്. ടുഡേ ഐ വാണ്ടഡ് ടു സേ ദാറ്റ് it weighs around lesser than or equivalent to 2% of your body weight, but it consumes 20 to 25% of your energy. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു? Reason is it functions, it is so-called control center of your body. Brain ആണ് ഒരു control center. ആ ബ്രെയിനിന്റെ കൺട്രോൾ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഇഫ് യു ഗോ ടു ബോഡി പാർട്സ്, ഐ വിൽ സേ ദാറ്റ് there are innumerous area: cerebrum, cerebellum, brain stream, brain stem എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്രെയിനിനും സ്കല്ലിനും ഇടയ്ക്ക് ഡ്യൂറാ മാറ്റർ എന്നൊരു സാധനമുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് തന്നെ അറാക്നോയിഡ് മെംബ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് പിയാ മാറ്റർ ഉണ്ട്. ഇതെല്ലാം ഒരു പാഡിങ്ങിൽ വെച്ച് നമ്മുടെ ബ്രെയിനിനെ ഓടിയോ ആടാതോ നമ്മൾ തലകുത്തന് നിന്നാലും നേരെ നടന്നാലും ചരിഞ്ഞാലും, അല്ലെങ്കിൽ ഈവൻ ഇഫ് ഐ ഡു ഹൈ ജമ്പ്, ലോങ് ജമ്പ്, എന്ത് ചെയ്താലും ബ്രെയിൻ എൻ്റെ ഓൺ സ്ഥലത്ത് ഇരിക്കണമെന്ന് പറഞ്ഞ് ഒരു ക്യാൻ യു ഇമാജിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഹൗ ഫാന്റാസ്റ്റിക്കലി ഇറ്റ് ഈസ് ബീൻ പാഡഡ് ഔട്ട്. ഈ ബ്രെയിൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെന്റിമീറ്റർ ആടിക്കഴിഞ്ഞാൽ ന്യൂറോളജിസ്റ്റ് വിൽ കം ആൻഡ് സേ ദാറ്റ് ഇങ്ങേർക്ക് കുറേ പ്രോബ്ലം ആയെന്ന്. വെള്ളം പോകേണ്ടിയ സ്ഥലത്ത് പോകുന്നില്ല, എടുക്കേണ്ടിയ സ്ഥലത്ത് എടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ ബ്രെയിനിന്റെ വെയിറ്റില് 75% എന്താണ് സാധനം എന്ന് പറയാമോ? വാട്ടർ. യെസ്, 75% വാട്ടർ ആണ് നമ്മുടെ ബ്രെയിനിനകത്തുള്ളത്. ബ്രെയിൻ ഞാൻ പറഞ്ഞു 2% ഓഫ് യുവർ ബോഡി വെയിറ്റ് ആണെങ്കിൽ ഈ 2%-ൽ 75% ഈസ് വാട്ടർ. അപ്പം ആക്ച്വൽ മെമ്പറൈൻ ഈസ് ഓൺലി 25% ഓഫ് ദ വെയിറ്റ് ആണ്. സോ വിത്തൗട്ട് വാട്ടർ യു വിൽ നോട്ട് ഏബിൾ ടു വർക്ക് റൈറ്റ്ലി. അതുകൊണ്ടാണ് എല്ലാവരും ഡീഹൈഡ്രേഷൻ, ഹൈഡ്രേഷൻ എന്ന വാക്കുകളൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കുന്നത്.
വെള്ളം കൂടുതൽ കുടിക്കുക, 2 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെ മിനിമം കുടിക്കണമെന്ന് പല ആൾക്കാരുടെ അടുത്ത് പറയുന്നു. ഓക്കെ, ഐ ഡോണ്ട് കൗണ്ട് as 2 liters or 3 liters. ഹൗ മച്ച് യു നീഡ് ഇറ്റ് യു ഹാവ് ടു ഡ്രിങ്ക്. അതാണ് എൻ്റെ തിയറി. അപ്പം ഞാൻ ലെറ്റ് ഇറ്റ് ബി 5 liters or ലെറ്റ് ഇറ്റ് ബി 1 liter. ഇഫ് it demands water, it will sense and tell you that yes, I need water. അപ്പം വാട്ടർ വേണമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ട്രൈ ടു സാഷിയേറ്റ്. എത്ര ആവശ്യമാണോ അത്ര കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് നിങ്ങളുടെ ബ്രെയിൻ വിൽ സേ ദാറ്റ് ഇത് മതിയായിരുന്നു, അതിനുശേഷം കുടിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് മച്ച് ഇസ് ഗോയിങ് ടു ഫിൽ ഫോർ 75% ഓഫ് ഇറ്റ്സ് വെയിറ്റ്. അതാണ് അർത്ഥം. ഈ 75% വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ യുവർ ബ്രെയിൻ വിൽ വർക്ക് റൈറ്റ്ലി. അപ്പൊ എന്തൊക്കെ ബ്രെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പാർട്സ് കുറെ ഉണ്ട്. അമിഗ്ഡല, ബാസൽ ഗാംഗ്ലിയ, ഹിപ്പോകാമ്പസ്, തലാമസ്, ഹിപ്പോ തലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനൽ ഗ്ലാൻഡ് എന്ന് കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് ദാറ്റ്. ഓക്കെ, ഇതെല്ലാം സയൻസ് ആർ മെറ്റീരിയലിസ്റ്റിക്. നൗ ഐ വിൽ ഗോ ടു സോഫ്റ്റ്വെയർ. വാട്ട് ഈസ് ഹൗ ദ ബ്രെയിൻ വർക്സ്. How the brain works. Can you go for 100% working level? Sir, എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇത് അവസരം ഉണ്ടോ സർ? Can I able to share? Okay, sir. Thank you, sir. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. പ്രോബബ്ലി ഇറ്റ് ഇസ് കമ്മിങ് ഓൺ ദ സ്ക്രീൻ. ക്യാൻ യു യൂസ് 100% ഓഫ് യുവർ ബ്രെയിൻ? ഇതാണ് എൻ്റെ ചോദ്യം. ദ ന്യൂറോ സയന്റിസ്റ്റ് ഡാനിയൽ ഗ്രഹാം PhD, അദ്ദേഹം ബ്രെയിനിനെ കുറിച്ച് സൈക്കോളജി ടുഡേയിൽ എഴുതിയിരിക്കുന്നത് ഐ ആം ഷോയിങ് ആസ് ഇന്റർനെറ്റിലുള്ള ഒരു കാര്യമാണ്. ഐ ആം ഗോയിങ് വെരി ലൈവ്. ഞാൻ എക്സ്ട്രാordinary ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഐ ആം ട്രൈങ് ടു ഷോ where മീൻസ് മൈ സോഴ്സ് ഓഫ് references. It says that popular claim that human is using just 10% of their brains is from an accurate, means that accurate alla. But that doesn't mean that you are using 100% of them either. Animal studies have found that more than 20% of neuron studies have no identifiable purpose. അപ്പൊ 20% കൂടുതലുള്ള ന്യൂറോൺസ് ഒന്നും ഒരു കാര്യത്തിനും സർവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ന്യൂറോൺ സ്റ്റഡിയിൽ സെർവ് നോ ഐഡന്റിഫൈബിൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പർപ്പസ് ഒന്നും അതിനകത്ത് അവർ കിട്ടിയിട്ടില്ല. സം റിസർച്ചേഴ്സ് ഹാവ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മോർ ദാൻ 60% ഓഫ് ദ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ന്യൂറൽ ഡാർക്ക് മാറ്റർ. ഒരു പുതിയ ഒരു വേർഡാണ്. ടുഡേ ഐ ഫൗണ്ട് ദാറ്റ്. അതായത് എനിക്ക് ഇന്ന് വരെ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ബട്ട് ടുനൈറ്റ് ഐ വിൽ ബി റീഡിങ് തറലി. ബിക്കോസ് ഇന്ന് ഒരു 5 മണിക്കാണ് ഞാൻ ഈ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് ചെറിയതായിട്ട് വായിക്കാൻ തുടങ്ങി. പക്ഷെ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് ടുഡേ ഐ വിൽ നോട്ട് ടോക്ക് എനിത്തിങ് അബൌട്ട് ഇറ്റ്, സിൻസ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ് കൺസീവ് ഓർ മിസ് ഇൻഫോം എനി ഓഫ് യു. അപ്പൊ ഈ ന്യൂറൽ ഡാർക്ക് മാറ്റർ ആർ ന്യൂറോൺസ് ദാറ്റ് ഹാവ് നോ അപ്പറന്റ് പർപ്പസ് ആർ സീം അൺറെസ്പോൺസീവ് ടു കോമൺ സ്റ്റിമുലി. അതാണ് ആ ഡാർക്ക് മാറ്ററിന് ഒറ്റ ലൈനിൽ പറഞ്ഞു തരികയാണ് ഈ ന്യൂറൽ. അപ്പം ഡാർക്ക് മാറ്ററിനെ കുറിച്ച് എനിക്ക് ഇത്രയും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ബീയിലെ ഹണിബീയിലെ there is a female so called queen and male and servants. അപ്പൊ ഇതിനകത്ത് മെയിൽ ആർ ലേസി ബഗേഴ്സ് എന്നാണ് ഞങ്ങളൊക്കെ പണ്ട് പറയാറുള്ളത്. അപ്പം ഈ ലേസി ആൾക്കാർ ഒരു പണിയും ചെയ്യത്തില്ല. അതാണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് ഇവർ ഉദ്ദേശിച്ചതാണോ? മീൻസ് ഐ വാസ് കമ്പയറിംഗ് വിത്ത് ഈ ടോപ്പിൽ പറഞ്ഞതുപോലെ ഈ അനിമൽ സ്റ്റഡീസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അവർ ഹ്യൂമൻ സിസ്റ്റം ആൻഡ് അവർ ബ്രെയിൻ സിസ്റ്റം. അങ്ങനെയാണ് ഞാനും പോകുന്നത്. അതിനാണ് ഈ ബ്രെയിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അനിമൽ സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് മോർ ദാൻ 20% ഓഫ് ന്യൂറോൺ സ്റ്റഡീസ് സെർവ് നോ ഐഡന്റിഫയബിൾ പർപ്പസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം എൻ്റെ കമ്പാരിസണും ആൽമോസ്റ്റ് ഐ ഫീൽ ദാറ്റ് ഐ ആം സിങ്ക്രണൈസിങ് വിത്ത് ദാറ്റ് സ്റ്റഡീസ്. അത് പോട്ടെ, അത് ഉണ്ടോ ഇല്ല എന്നൊക്കെ അല്ല പറയാവുന്നത്. ഞാൻ ഇതിനകത്ത് പറഞ്ഞത് 100. It's now probably true that over time we use more than 10% of the neurons in our heads.
However, the total probably we well sort of 100%. The probabilities here have to do with the fact that it is very difficult to make high resolution measurements. ഞാൻ വേറൊരു തിയറിയിൽ എവിടെയോ വായിച്ചിരുന്നു. അതിനകത്ത് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നാൽ 2.5 പീറ്റ ബൈറ്റ്സ്. 2.5 പീറ്റ PETA പീറ്റ ബൈറ്റ്സ് എന്ന് പറയുന്നത് 1 മില്യൺ ഗിഗാബൈറ്റ്സ് ആണ്. അപ്പൊ 1 മില്യൺ ഗിഗാബൈറ്റ്സ് നമ്മുടെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും മെമ്മറിക്കകത്ത്. ഈ 1 മില്യൺ ഗിഗാബൈറ്റ് എന്ന് പറയുന്നത് ആൽമോസ്റ്റ് ഒരു യു ക്യാൻ സേ ദാറ്റ് 1 മില്യൺ മൂവീസ് നമ്മുടെ ബ്രെയിനകത്ത് അതിന് തുല്യമായ മെമ്മറീസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്രയും ചെറിയ നമ്മുടെ 2% ഓഫ് ബോഡി വെയിറ്റ് ഉണ്ടായിട്ട് പോലും യു ക്യാൻ സീ ദാറ്റ് 1 മില്യൺ ഗിഗാബൈറ്റ്സ് വരെ ലോഡ് ചെയ്യാൻ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആസ്ക്ഡ് ദാറ്റ്. ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇത്രയും ബ്രെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ വെൻ ഇറ്റ് ഗ്രോസ്? അത് എനിക്ക് ഈ തിയറി പറഞ്ഞു തന്നത്, ദ മോർ യു ഗ്രോ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ്, 60 അല്ല 70 അല്ല 80 ആവണം, ദ മോർ യു ഗ്രോ യുവർ മെമ്മറീസ് എൻഹാൻസസ്. പലരും പറയുന്നത് മെമ്മറി നഷ്ടപ്പെടുമെന്ന്. മെമ്മറി നഷ്ടപ്പെടാറില്ല അൺലെസ് യു വർക്ക് ഓൺ ദാറ്റ്. നീ ഒരു അയൺ പീസിനോ ഒരു സൈക്കിളിനോ ഒരു ബൈക്കിനോ ഒരു കാറിനോ കുറെ കാലം ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കലി തുരുമ്പ് പിടിക്കും. അതേപോലെ ഇഫ് യു ഡോണ്ട് യൂസ് യുവർ ബ്രെയിൻ വിൽ ഗോ ഫോർ റസ്റ്റിംഗ് അല്ലെങ്കിൽ വേസ്റ്റ്. ദ മോർ യു സ്റ്റാർട്ട് വർക്ക് ഓൺ ദ ബ്രെയിൻ, the more neural pathway will form. അപ്പൊ ന്യൂറൽ പാത്വേ ആണ് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന് ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. അല്ലെങ്കിൽ ഈ ഓട്ടോ പൈലറ്റ് മോഡ്, ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് ഓട്ടോ പൈലറ്റ് മോഡിന് സയന്റിഫിക്കലി ഇറ്റ് ഈസ് സോ കാൾഡ് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്, DMN. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കിൽ നിന്ന് in case if you want to move rightly, you have to always start think something, work something, do something and analyze something. പറ്റുമോ ഇല്ലയോ? സിമ്പിളായിട്ട് ഇന്നത്തെ പേപ്പർ എടുത്തിട്ട് എന്തിനാ അവൻ ഇവനെ കൊന്നു, അല്ലെങ്കിൽ എന്തിനാ അവൻ ഇവനെ ചീത്ത വിളിച്ചു, സ്റ്റാർട്ട് അനലൈസ് ഇറ്റ് ഇൻ യുവർ ബ്രെയിൻ ഫോർ സം ടൈം. അങ്ങനെ വരുമ്പോൾ you may try to get a new solution which may be right, which may not be right, may be virtual, may be real. അതൊന്നും കുഴപ്പമില്ല. But if you start work on that, ഈ brain theory is saying that new neural networks will start work on that. When new neural networks works, you will have more memory power. When you have more memory power, you can do anything. അതുകൊണ്ട് ഇപ്പോഴും പലരും പറയാറുണ്ട്, don't store and rely upon cell phone or something. Start remember at least 5 telephone numbers every day. You can recollect or think how the older people or earlier people used to have memory system rightly enabled. അവരെ കൊണ്ട് എന്തുകൊണ്ട് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങളെല്ലാം ഈ ജോഷി സാർ എന്താണ് എഴുതിയിരുന്നത് സാർ? ജോഷി സാർ ഉണ്ടോ? സംതിങ് ഹി ഹാസ് സെൻഡ് എ മെസ്സേജ്, യു സൈഡ് മാത്സ് ഗായ. എന്തിനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫൈൻ, ഐ വിൽ നോട്ട് ഗോ. മെസ്സേജിൽ എന്തിനുമായിട്ട് ലിങ്ക് ചെയ്തെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് വി ക്യാൻ ഗോ ഇൻ ദാറ്റ്. അതെ, അറിയാതെ എഴുതിയ സാറേ തന്നെ സാർ. ദെൻ ഓക്കെ. സോ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, ഐ യൂസ് ടു ഓൾവേസ് റീഡ് അബൌട്ട് ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. മീൻസ് ഗ്രേ മാറ്റർ തിക്നെസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. അതിൻ്റെ എത്ര തിക്നെസ് കൂടുന്നുണ്ടോ
അത്രയും നിങ്ങളുടെ മെമ്മറി പവർ കൂടും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടും, നിങ്ങളുടെ ഇന്നോവേറ്റീവ്നെസ് കൂടുമെന്നാണ്. ദ ഗ്രേ മാറ്റർ ഈസ് എ ഡാർക്കർ സൈഡ്, ഔട്ട്സൈഡ് സെക്ഷൻ that helps you to day-to-day functioning like muscle control, using your senses, remembering something, experiencing emotion and speech. White matter is a lighter section below the gray matter, and that sends signals to different parts of your central nervous system to help you function. Okay. ഇങ്ങനെ കുറേ ഏരിയകളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു തരാൻ വന്നത് ഇതിനെക്കാട്ടിലും വേറൊരു ഇതാ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത്, വാട്ട് ഈസ് 75% ഓഫ് യുവർ ബ്രെയിൻ മാറ്റർ, അത് ഞാൻ ചോദിച്ചിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൗ ടു യൂസ് 100% ഓഫ് യുവർ ബ്രെയിൻ. ഫോക്കസ് ഓൺ ബ്രെയിൻ ഹെൽത്ത്, ഫിറ്റ്നസ് ത്രൂ ആക്ടിവിറ്റീസ് ലൈക്ക് എക്സസൈസ്, ലേണിംഗ് ആൻഡ് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ. ഇത് മൂന്നാണ് നിങ്ങളുടെ ബ്രെയിനിനെ കൂടുതൽ ഉപയോഗിക്കാൻ ഗുണപ്രദമാകുന്നത്. So if you want to use your brain, start to do physical exercise, mental exercise, then start learn something. Learning may be physical learning, mental learning, or psychomotor learning, whatever you feel it. And a balanced lifestyle. Balanced lifestyle വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമുള്ള സമയം ഉറങ്ങണം. Required amount of sleep is the most important to keep the brain in a healthy condition. എന്നാണ് എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു പോകും. So sleep is the most important. But what is sleep? എന്ന് അടുത്ത ചോദ്യം നിങ്ങൾ ചോദിച്ചു നോക്കുക. What is sleep? Can anybody say that? What is sleep? സാറേ, നമ്മൾ ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് പോകുമ്പോഴാണ് കുറച്ച് ഖുഷിയും സുഖവും തോന്നത്തുള്ളൂ. എൻ്റെ ക്ലാസ് എല്ലാം അങ്ങനെയാണ്. അല്ലാതെ ഞാൻ വൺ വേ ഈ മൻ കി ബാത്തിന് സംസാരിച്ചുകൊണ്ട് പോകുന്ന പോലെ പോയാൽ നല്ല ഒരു സുഖം കാണത്തില്ല. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ചോദിച്ചു നോക്കും. You will get a right answer. Resting time. Yes, resting time. ഏത് മാഡം? ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കരുത്, കാണരുത്. See, if you see something, brain is going to work. If you think something, brain is going to work. If you read something, brain is going to work. If you even keep idle, brain is going to do something. അപ്പൊ എന്ത് ചെയ്യണം? ശരീരത്തിനും മനസ്സിനും ഒരുപാട് റെസ്റ്റ് കൊടുക്കുക. ഏത് സാർ? ശരീരത്തിനും മനസ്സിനും ഒരുപാട് റെസ്റ്റ് കൊടുക്കുക. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ റെസ്റ്റ്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഒരു ദാറ്റ് ആൻസർ ഈസ് എ പെർഫെക്റ്റ് ആൻസർ. പക്ഷെ ഇതൊക്കെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു 5ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ ചെന്നിട്ട് 3ഉം 2ഉം എത്രന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എന്ന് പറയും. അപ്പൊ 5നും 3നും ഇടയ്ക്ക് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 ഡിജിറ്റ് ഉണ്ടെന്ന് പറയും. ആം ഐ റൈറ്റ് സാർ? ആരുമില്ല, ആൻസർ ഇല്ല. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് തിങ്ക് ദാറ്റ്, അവൻ ഒരു ഡിഗ്രിയിലോട്ട് എത്തുമ്പോൾ അവൻ പറയും അതിനകത്ത് ഒരു 50,000 അല്ലെങ്കിൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് ഇടയ്ക്ക്, 3നും 5നും ഇടയ്ക്ക്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ അവർ പറയും ലക്ഷം നമ്പേഴ്സ് ഉണ്ടെന്ന്. ഇതേപോലെയാണ് നമ്മുടെ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറിക് വേർഡാണ്. ശരീരത്തിനും ബോഡിക്കും റെസ്റ്റ് കൊടുക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിനെക്കാട്ടിലും ബ്രെയിനിന് റീസെറ്റ് കൊടുക്കുക. ഇതാണ് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറയുന്നതിന് വേറെ ഒരു ജനറിക് ആൻസർ ആയിപ്പോയി എൻ്റെ കണക്കിൽ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി വി മേ അണ്ടർസ്റ്റാൻഡ് റൈറ്റ്ലി. എനിക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ലാതിരിക്കാം. ഓക്കെ, ഞാനിതാ അടുത്ത് why 10% ഓഫ് ബ്രെയിൻ മൈത്ത് ഇസ് ഫാൾസ്. ബ്രെയിൻ ആക്ടിവിറ്റി, ബ്രെയിൻ ഇമേജിങ്, എനർജി കൺസപ്ഷൻ. എനർജി കൺസംഷൻ ഇതാണ് പറയുന്നത്. ബ്രെയിൻ കൺസ്യൂംസ് എ സിഗ്നിഫിക്കന്റ് amount ഓഫ് എനർജി, അബൌട്ട് 20% ഓഫ് യുവർ ഡെയിലി കലറീസ്. ആ കാലറിയിൽ മിനിമം 20% ആണ് ബ്രെയിൻ യൂസ് ചെയ്യുന്നതായിട്ടാണ് ഈ സെന്റൻസ് പറയുന്നത്. ഈവൻ വെൻ യു ആർ സ്ലീപ്പിംഗ്. അതാണ് ഞാൻ പറയാവുന്നത്. റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്ന്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും 20% കാലറീസ് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ can we say that is resting? No. So, yes ma'am?
ഇല്ല, റെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും അത് പിന്നെ ഒരുപാട് Yes. വർക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് പല സമയങ്ങളിൽ നമ്മൾ നെറ്റി ഉണർന്ന്. അതുകൊണ്ടാണ് പലതും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? അല്ലെ, ശ്വസിക്കുന്നത്, ഹാർട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് മാം, കറക്റ്റ്, പെർഫെക്റ്റ്. ഞാൻ ആ ഏരിയയിലോട്ട് വരാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എല്ലാവരും സൈക്കോളജി കൂടുതൽ പഠിച്ച ആൾക്കാർ, അതല്ലെങ്കിൽ കുറെ ഒരു ലെവൽ കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആൾക്കാരായതുകൊണ്ടാണ് ഐ ആം ട്രൈങ് ടു ഡിബേറ്റ് വിത്ത് യു ഓൺ എ റൈറ്റ് ഫോം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കില്ലേ, ഞാൻ ഒരു ഉസ്താദുമല്ല. ഐ ആം എ സിമ്പിൾ ലേണർ ആൻഡ് ഐ ആം എ സ്മോൾ ബോയ്. താങ്കൾ ഓരോരുത്തരുടെയും വണ്ണവും ഹൈറ്റും വെയിറ്റും നോക്കുമ്പോൾ ഐ ആം എ സ്മോൾ ബോയ് ഹൂ ട്രൈ ടു ലേൺ ഫർദർ ആൻഡ് ഫർദർ. എൻ്റെ 2023 ശേഷം മൈ വേ ഓഫ് ലേണിംഗ് ഇസ് ബാക്ക് ടു ബേസിക്സ്. ബാക്ക് ടു ബേസിക്സിലാണ് ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പിന്നെ പഠിച്ചുകൊണ്ട് പോകുമ്പോഴാണ് എനിക്ക് തോന്നിയത് റെസ്റ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു നമ്മൾ ഐഡിയലിസ്റ്റിക് വേർഡിലോട്ട് എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇല്ലെന്ന് തോന്നിയതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഈവൻ വൈൽ യു ആർ സ്ലീപ്പിംഗ് ഇറ്റ് കൺസ്യൂംസ് 20% ഓഫ് യുവർ കാലറി എന്ന് പറഞ്ഞാൽ അത് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥമെന്ന് ഞാൻ വിളിക്കും. ഇൻഡിക്കേറ്റിംഗ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി വർക്കിംഗ്. അപ്പൊ ബ്രെയിൻ നമ്മൾ ഉറങ്ങിയാലും നമ്മൾ നിന്നാലും നമ്മൾ ഇരുന്നാലും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ രാവിലെ ഇരുന്ന് രാത്രി വരെ ഒരാഴ്ച കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. റീസെറ്റിംഗ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് വർക്കിംഗ്, ബട്ട് ഓൺലി തിങ് ഇറ്റ് സെറ്റ്സ് എവറിത്തിങ് ബാക്ക്. എൻ്റെ ഈ ഏരിയ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം പറയാം, ഞാൻ നെക്സ്റ്റും കൂടെ ആലോചിക്കാം. അതർവൈസ് ഇറ്റ്സ് ഒരു വല്ലാത്തൊരു ഏരിയ ആയിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അറിയാൻ വേണ്ടാത്ത ഒരു ഏരിയ. ഞാനും എല്ലാ സമയത്തും പറയുന്നത് റെസ്റ്റ് എന്നാണ്. പക്ഷെ ഇതൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ റെസ്റ്റിന്റെ വാക്കുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബ്രെയിൻ എന്താന്ന് പറഞ്ഞാൽ, ബ്രെയിൻ ഇസ് എ സിമ്പിൾ കോംപ്ലക്സ് ഓർഗാൻ ദാറ്റ് റെഗുലേറ്റ്സ് എവറിത്തിങ് യു ഡു. അതിനകത്ത് പറഞ്ഞ വാക്കാണ് എവറിത്തിങ് യു ഡു എന്ന്. അറിയാൽ, എവറിത്തിങ് യു ഡു അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എവറിത്തിങ് യു ഡു, ലൈക്ക് യുവർ സെൻസസ്, യുവർ എമോഷൻ, your thoughts, your memories, your movement and your behavior. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ഓർഗാനാണ് ബ്രെയിൻ. ഇറ്റ് ഈവൻ കൺട്രോൾസ് ദ ബോഡി പ്രോസസ്സസ് യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട്. അതാണ് മാഡം പറഞ്ഞത്, ലൈക്ക് യുവർ ബ്രീത്തിങ്, യുവർ ബോഡി ടെമ്പറേച്ചർ, യുവർ ബോഡി ടെമ്പറേച്ചർ. ഞാൻ പണ്ട് തെർമോസ്റ്റാറ്റ് എന്നൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ബ്രെയിൻ ഈ ബ്രെയിനിനകത്തുള്ള ഈ തലാമസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ അന്ന് പറഞ്ഞു തന്നിരുന്നു. ആൻഡ് യുവർ ഹാർട്ട് റേറ്റ്. അങ്ങനെയാകുമ്പോൾ ഒരാൾക്ക് ഈ BP കൂടുവാണെങ്കിൽ യു ക്യാൻ കൺട്രോൾ ത്രൂ യുവർ ബ്രെയിൻ. ബോഡി ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ യു ക്യാൻ കൺട്രോൾ ത്രൂ യുവർ ബ്രെയിൻ. നിങ്ങൾക്ക് ബ്രീതിങ് ട്രബിൾ വരുവാണെങ്കിൽ യു ക്യാൻ കൺട്രോൾ ത്രൂ യുവർ ബ്രെയിൻ. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് ഓൺലി സയന്റിസ്റ്റ് ആർ ഇവിടെ സയൻസ് ആയിട്ട് എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നവർ ക്യാൻ ടെൽ. എൻ്റെ ഈ സെന്റൻസിൽ ഇരുന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് ഈവൻ കൺട്രോൾസ് യുവർ ബോഡി പ്രോസസ്സസ് യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട്, ലൈക്ക് യു ആർ ബ്രീതിങ്, യുവർ ബോഡി ടെമ്പറേച്ചർ ആൻഡ് യുവർ ഹാർട്ട് റേറ്റ് എന്നൊക്കെ പറയുവാണെങ്കിൽ, നമ്മുടെ ഹാർട്ട് റേറ്റിന് BP-ന് ഗുളിക കഴിക്കാതെ തന്നെ നീ ബ്രെയിനിന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ കൺട്രോൾ അപ് ടു സെർട്ടൻ ലെവൽ. ഞാൻ തെറ്റായിരിക്കാം, ഐ മേ ബി ടോട്ടലി റോങ്, ബട്ട് ദി സെന്റൻസ് ഇൻഡയറക്ട്ലി സേസ് സോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാബു സാർ എന്നെ എൻഡോസ് ചെയ്യുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടിച്ചു വരട്ടിയിട്ട് എനിക്ക് ഒരു പ്ലാറ്റ്ഫോം തന്ന ഇത്രയും മോശമായിട്ട് വ്യത്യാസമായിട്ടൊക്കെ പറഞ്ഞ് ആൾക്കാരെല്ലാം കൺഫ്യൂസ് ചെയ്ത് ടോട്ടൽ ഇല്ലാതാക്കരുതെന്ന് പറയും സാർ ചിലപ്പോൾ. സാർ ഞാനിത് സിംപിളറായിട്ട് ഈ സെന്റൻസ് എന്ത് ചോദിച്ചാലും ഞങ്ങൾ ചോദ്യം ചോദിക്കും സാർ അവസാനം. സാർ വെരി ഗുഡ്, നല്ല കാര്യം സാർ, അതാണ് നല്ലത്. ഓക്കെ, അപ്പം ഞാൻ കുറേ ഏരിയകൾ ബോഡി പോർട്സ്, പിന്നെ ബ്രെയിനിനെ കുറിച്ച്,
ഇങ്ങനെ കുറേ ഏരിയകൾ എടുത്തു നോക്കി. വാട്ട് ആർ ദ ബ്രെയിൻ ഫങ്ഷൻസ് എന്ന് കുറച്ചുകൂടെ നോക്കിയിരുന്നു. ഇതിനകത്ത് ബ്രെയിനിനെ നോക്കുവാണെങ്കിൽ മെമ്മറിക്ക് വേണ്ടി ബ്രെയിൻ ആണ് ഫുൾ ആൻഡ് ഫുൾ വർക്കുന്നത്. എമോഷൻസ് ഈ ഏരിയയിലാണ് മൈൻഡ്ഫുൾനെസ് വർക്ക് ചെയ്യുന്നത്. ബ്രീത്തിങ്, വിഷൻ ആൻഡ് തോട്ട്. ഈ കൺട്രോൾസ് തോട്ട്, മെമ്മറി, എമോഷൻ. ഈ ഇതിലാണ് ഇൻ കേസ് ഇഫ് യു ഡു മൈൻഡ്ഫുൾ വർക്ക് ആൻഡ് നിങ്ങളുടെ തോട്ടിനെ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങളുടെ എമോഷനെ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യുവർ ബ്രെയിൻ കോംപ്ലക്സ് വർക്ക്സിനെ നിങ്ങൾ സ്മൂത്തറാക്കാൻ പറ്റും. ആ ആക്ഷൻസ്, ദാറ്റ് തോട്ട്, that emotion will support your motor, psychomotor activity or motor skills, or you can make your breathing and further temperature, hunger, every process that regulates our body together. The brain and the spinal cord that extends from it makes the central nervous system, that is our so-called CNS. അപ്പം ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് ഏരിയ ഉള്ളത്, വിച്ച് മെനി ആർ ഫർഗറ്റിംഗ്, ആർ സ്പൈൻ. സ്പൈനിന് പ്രശ്നം വരുമ്പോഴാണ് പല ആൾക്കാർക്ക് ഈ വെറ്റിബ്രയുടെ പ്രോബ്ലം കൊണ്ട് സ്പൈനിന് പ്രഷറോ ഇതോ വരുമ്പോൾ അവരിന് അതാണ് സ്പാഷേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് ഹിപ്പിന് പ്രോബ്ലം ഉണ്ട്, ഡിസ്ക് പ്രോബ്ലം ഉണ്ടെന്ന് പല കാര്യങ്ങളും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. So if your brain is okay, your motor skill becomes normal. ഈ ഓരോ എല്ലിനും അതത് സ്ഥാനങ്ങളിൽ കൊണ്ട് നിർത്താൻ പറ്റും. എപ്പോൾ എന്ന ഒരു ചോദ്യത്തിന് ട്രൈ ടു പ്രാക്ടീസ് ദ മാനർ, ദ വേ യു ഹാവ് ടു ലിവ്. എങ്ങനെ ഇരിക്കണം? നമ്മൾ ജീവിക്കുന്നതെല്ലാം അതത് രീതിയിൽ, മീൻസ് നമ്മൾ ഇപ്പോൾ ഇരിക്കാൻ പറഞ്ഞ എല്ലാവരും ഈ കസേരയിൽ ചാരിയാണ് ഇരിക്കുന്നത്. How many of you always sit like this? Means straight ആയിട്ട് ബാക്ക് റെസ്റ്റ് കൊടുക്കാതെ എത്ര പേര് ഇരിക്കും? ഞാൻ പരമാവധി ഒരു ഓഫീസിൽ ചെന്നാൽ മാക്സിമം അവേഴ്സ് ഐ ഡോണ്ട് യൂസ് ബാക്ക് സൈഡ്. ഓക്കെ. പിന്നെ എൻ്റെ വേറൊരു ഇത് എന്താന്ന് പറഞ്ഞാൽ, ഐ ഓൾവേസ് റേസ് മൈ ചെയർ ലിറ്റിൽ ഹയർ. അറിയാൽ ഈ ബാർ ടേബിൾ എന്ന് പറയുന്നത് പോലെ, അല്ല ബാർ സ്റ്റൂൾ എന്ന് പറയുന്നത് ഹൈറ്റ് വെച്ച് എൻ്റെ കാൽ കറക്റ്റായിട്ട് തറയിൽ ചെറിയ തോതിൽ ടച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. അറിയാം, ഫുള്ളി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക്, എൻ്റെ നോളജ് അനുസരിച്ച് വെറ്റിബ്ര ബെൻഡ് ആവും. അപ്പോൾ വെറ്റിബ്ര സ്ട്രൈറ്റ് ആയിരിക്കണമെങ്കിൽ കാൽ 100% തറയിൽ തേടുന്നത്, ബട്ട് 85% ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യാതിരുന്നാലും യു വിൽ റിയലി ഫീൽ ഇറ്റ് ദാറ്റ് യു ആർ ഓൺ ദ സ്കൈ. ഇങ്ങനെ ബോഡിയെ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ യു വിൽ നോട്ട് ഫീൽ ടു മച്ച് ഓഫ് ബോഡി ഏക്സ്. അല്ല, വല്ലാത്ത പ്രോബ്ലംസ് ഒന്നും എക്സ്ട്രാ വരത്തില്ല. സോ ഐ വുഡ് ലൈക്ക് ടു ജസ്റ്റ് സേ യു, ആർ ബോഡി വെയിറ്റിന്റെ 2% മാത്രമേ ഉള്ളൂ ബ്രെയിൻ. ബ്രെയിൻ 20%, 20 to 25% എനർജി നിങ്ങൾക്ക് ഉറപ്പായിട്ട്, വെദർ ഉറക്കം, വെദർ ഉണർന്നിരിക്കുക, വെദർ യു ഡു എനി വർക്ക്, വെദർ യു ഡോണ്ട് ഡു എനി വർക്ക്, ഇത്രയും സമയത്തിലെല്ലാം മിനിമം 20% എനർജി കൺസ്യൂം ആകുന്നുണ്ട്. ഈ എനർജി കൺസ്യൂം ആകുന്നതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്ന് നോക്കുവാണെങ്കിൽ, യു ഹാവ് ടു try to find out a mode or method in that you regulate your emotions, your thought and your behavior. ഇത്രയും ചെയ്യുവാണെങ്കിൽ you can reduce your energy usage. ഐഡിയലിസ്റ്റിക് സ്റ്റേറ്റിൽ എത്ര എനർജി വേണമോ, ഇപ്പോൾ നോർമലി പുതിയ കാറുകളെല്ലാം നോക്കുവാണെങ്കിൽ, പണ്ടത്തെ അംബാസഡർ നോക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡിയലായിട്ട് നിർത്തിയിരുന്നാൽ പെട്രോൾ കൺസംഷൻ വളരെ കുറവായിരിക്കും. ഗിയറിൽ ഇട്ടതിന് ശേഷമാണ് പെട്രോൾ കൺസംഷൻ കൂടത്തുള്ളൂ എന്ന് പറയും. പക്ഷെ ഇപ്പോഴത്തെ 2020 ശേഷം വന്ന കാറുകളിലെ വെദർ യു കീപ് യുവർ കാർ ഇൻ ഐഡിയലിസ്റ്റിക് സ്റ്റേറ്റ്, വെദർ യു കീപ് യുവർ കാർ എൻഗേജ്ഡ് ഇൻ ദ ഗിയർ, രണ്ട് സമയത്തും ഒരേ തുല്യമായ, ആൽമോസ്റ്റ് തുല്യമായ അളവാണ് പെട്രോൾ കൺസ്യൂം ആകുന്നത്. അങ്ങനെയല്ലേ സാർ? ജോഷി സാർ, രാജു സാർ, രാജു ഫിലിപ്പ് സാർ, സാറൊക്കെ ധ്യാനത്തിലിരിക്കാൻ തോന്നുന്നു.
ഞാൻ പറഞ്ഞു. അപ്പം ഇത്രയും ഉപയോഗിക്കണമെങ്കിൽ അപ്പം ബ്രെയിനിനെ നമ്മൾ നോർമൽ ലെവലിൽ കൊണ്ടുവരുവാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഇസ് ദ ബെസ്റ്റ് മെത്തഡോളജി ടു regulate your brain, regulate your emotions, regulate your thoughts, by which you try to keep your brain in a healthier condition. If you keep your brain healthier condition, you can do any act, any work. സുനിത വില്യംസ് 3 ആഴ്ചത്തേക്ക് വേണ്ടിയാണ് ബഹിരാകാശത്തേക്ക് കയറിയത്. ബട്ട് ഷീ സ്റ്റേഡ് അറൌണ്ട് 6 months. അദ്ദേഹത്തിന് 6 മാസവും പല സമയങ്ങളിൽ പല ചോദ്യങ്ങൾ നാസ ചോദിച്ചപ്പോഴും ഷീ വാസ് എനർജറ്റിക്കലി ആൻസറിങ് എന്നാണ് സയൻസ് ജേർണൽസ് പറയുന്നത്. ബിക്കോസ് ഷീ വാസ് അപ്കീപ്പിംഗ് ദ ബ്രെയിൻ by regulating her emotions and thoughts and not leaving it for any anxiety. So, നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ കറക്റ്റ് ലെവലിലായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചതിന്റെ ഉത്തരം, വാട്ട് ഹെൽപ്സ് ദ ബ്രെയിൻ റിപ്പയർ ഇറ്റ് സെൽഫ്? You can help this process by practicing rehabilitation activities. There is no time limit on neuroplasticity. And it does not only happen during therapy. Every time you take an extra step, say a new word, or do a hand exercise, it helps the brain make new connections. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ ഷോർട്ടറായിട്ട് പറയുന്നത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആ ന്യൂറോൺസിന്റെ ഫയറിങ്ങിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന കാലത്തോളം നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഹെൽത്തിയർ ആയിട്ട് വെച്ചിരിക്കാൻ പറ്റും. റിപ്പയർ ഐ ടേക്ക് an alternative synonym, ഹെൽത്തിയർ കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ ഹെൽത്തിയർ ആയിട്ട് കൊണ്ടു ചെല്ലണമെങ്കിൽ യു നീഡ് ടു കീപ് യുവർ ആക്ഷൻസ് എയ്തർ ബൈ ഫിസിക്കൽ ആക്ഷൻ ഓർ ഈവൻ മെന്റൽ ആക്ഷൻ. അത് സേ എ ന്യൂ വേർഡ്. അതിന്റെ ഫർദർ റീവയറിംഗ് ദ ബ്രെയിനിനെ നോക്കുവാണെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വരും. യു കൈൻഡ്ലി റീഡ്, എവറിബഡി ട്രൈ ടു റീഡ് ആൻഡ് ഫൈൻഡ് ഔട്ട്. നമ്മൾക്ക് ഒരു 2 minute വേണമെങ്കിൽ Q&A സെഷനിലോട്ട് പോയിട്ട് then we can move further again on the topic. അല്ലാതെ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനി ഡൗട്ട് ആർ എനി ഡിബേറ്റബിൾ പോയിന്റ്സ് ഓൺ ദിസ്? അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ തോന്നുവാണെങ്കിൽ കൈൻഡ്ലി ലെറ്റ് മീ നോ. വി വിൽ ഡിസ്കസ് ലിറ്റിൽ മോർ. സാർ, ഇവിടെ എന്നെ കാട്ടിലും എന്തെങ്കിലും സംശയങ്ങൾ? റീവയറിംഗ് എന്ന് പറയുന്നൊരു തരത്തിലാണ് വന്ന് നിൽക്കുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എത്ര കൂടുന്നു അത്രമാത്രം നമ്മുടെ ബ്രെയിൻ പവർഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് പ്രായമാകുന്നതനുസരിച്ച് ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ റീവയറിംഗ് കൂട്ടാൻ വളരെ ഈസിയാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി അല്ലേ? പുതിയ പുതിയ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുക, പുതിയ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുക, പുതിയ റുട്ടീൻസ് ഉണ്ടാക്കുക. ബ്രെയിനിനെ സംബന്ധിച്ചോളം ശീലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ബ്രെയിൻ സ്വന്തമായിട്ടൊരു വഴി വെട്ടിക്കൊള്ളും. ആ വഴിയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ്, കനൽ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് സാർ, ഗോൾ സെറ്റിംഗ്. ആ ഗ്രൂപ്പിൽ ഈ ജനുവരിയിൽ ഞാൻ സജഷൻ കൊടുത്തത് വാക്കിംഗ് ബാക്ക്വേർഡ് പെർ ഡേ എത്ര പറ്റുമെന്ന് നോക്കുക. ഐ വാക്ക് മിനിമം 5 to 10 minutes. ഇറ്റ്സ് ഫോർ മീ ഇറ്റ് ഇസ് സ്മൂത്തർ. ഞാൻ ഫ്രണ്ടിലോട്ട് നടക്കുന്ന അത്ര സ്പീഡില്ലെങ്കിൽ അതിന് 60% സ്പീഡിൽ ബാക്കിലോട്ട് നടക്കും. റണ്ണിങ്, ജോഗിങ് സെയിം സ്പീഡിൽ എനിക്ക് ബാക്കിലോട്ട് ഞാൻ ഓടും. താങ്കളെല്ലാം ചെയ്ത് നോക്കുക. യു ക്യാൻ യുവർ ബ്രെയിൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് ന്യൂ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുക്കുക. പറ്റാത്ത സിമ്പിൾ പറയത്തില്ല, നമ്മൾ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ഇടത് കൈ കൊണ്ട് ചെയ്യുക. അതെ, വളരെ സിമ്പിൾ. നമ്മള് റൈറ്റ് സൈഡിൽ ബ്രഷ് ചെയ്യുന്നതിന് പകരം യൂസ് ലെഫ്റ്റ് ഹാൻഡ്. റീവയറിംഗ് ആയി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും റിവയറിംഗ് ചെയ്യാം അല്ലെ നമ്മള്? അതെ, ട്രൂ. ഓരോരുത്തർക്കും ഓരോരോ മെത്തഡോളജിയിൽ അല്ല ഈസിയസ്റ്റ് മാനറിൽ എടുക്കാം. ഈ പീരിയോഡിക്കലി റീവയറിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ പോകുവാണെങ്കിൽ യു വിൽ റിയലി ഗെറ്റ് എനർജി അലോട്ട്. അതുപോലെ ഞാൻ ഒരു സിസ്റ്റം കൂടെ ചെയ്തിട്ടുണ്ട് സാർ.
ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഡെയിലി ഒരു മിനിമം 2 hours എങ്കിലും തലകുത്തനെയാണ് ഉറങ്ങുന്നത്. പറഞ്ഞിട്ടുണ്ടോ സാർ ഞാനിവിടെ? ഇല്ല ആ പറഞ്ഞിട്ടുണ്ട് സാറ്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ലാസ്റ്റ് 3.5 years ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ മെനി ഡോക്ടേഴ്സ് മീൻസ് പ്രൊഫഷണൽ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ പല ക്ലാസ്സുകളിൽ പറയാൻ തുടങ്ങിയപ്പം ഞാൻ 2 സ്ഥലത്ത് MBBS ഡോക്ടേഴ്സിന്റെ സെഷനിൽ പറഞ്ഞു, ഐ ഡു ഇറ്റ് ലൈക്ക് ദിസ് ബൈ വിച്ച് ഐ ഗെയിൻ ദീസ് ഓൾ തിങ്സ്. എനിക്ക് ക്വിക്ക് ആയിട്ട് സ്വിച്ച് ഓവർ ടു സ്ലീപ്പിംഗ് വരും. പിന്നെ ഐ ഗെറ്റ് വെരി റെജനറേറ്റഡ് വെരി ഫാസ്റ്റ്ലി. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ തലകുത്തനെ ഉറങ്ങുന്നത്? ഞാൻ ആക്ച്വലി പ്രാക്ടിക്കലി ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ബെഡ്റൂമിനകത്ത് ചെല്ലത്തില്ല. ഞാൻ 10 o'clock ന്യൂസ് കേൾക്കും. അമൃതയിൽ 10:10 കേൾക്കും. ഇതാണ് എൻ്റെ ഒരു ഷെഡ്യൂൾ. അപ്പൊ 10:10 ഒരു 10:45 ഈ ന്യൂസ് കേൾക്കുന്നത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഡ്രോയിങ് റൂമിൽ ഞാൻ മറ്റേ കാർപ്പറ്റ് കിടക്കുന്നുണ്ട്. അപ്പൊ ആ കാർപ്പറ്റിന് മുകളിൽ ഞാൻ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ടർക്കി ടവൽ. അത് വിരിച്ചിട്ട് തറയിൽ കിടക്കും. കാല് എൻ്റെ ബട്ടക്കിലിരുന്ന് ബാക്കിയെല്ലാം മുകളിലോട്ട് പൊക്കി സോഫയിലോട്ട് കൊണ്ട് ലാൻഡ് ചെയ്യും. മൈ ബോഡി വിൽ ബി ലെസ് ഇസഡ്. ഇങ്ങനെ അപ്പം കാല് മുകളിലോട്ട് എടുത്ത് പിന്നെ അഗൈൻ ബെൻഡ് ചെയ്ത് സോഫയിൽ കൊണ്ട് റെസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ കുറെ സമയം ഇരുന്ന് ന്യൂസ് കേട്ടോണ്ടിരിക്കും. അപ്പൊ ന്യൂസ് തീരാറായപ്പം ഇഫ് ഐ സീ ദാറ്റ് ഐ വുഡ് ഹാവ് ബീൻ സ്ലീപ്പിംഗ്. എൻ്റെ മിസ്സസ് പിന്നെ ഒരു 12:30 വന്ന് അതിന് കൂടെ നടക്കാൻ പോകും. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ചലനം കേൾക്കുമ്പോൾ ബോഡി റീസെറ്റ് ആയതുപോലെ എനിക്ക് തോന്നും. അല്ല, എൻ്റെ മിസ്സസ് ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ ബൈ 1 o'clock or so എൻ്റെ ബോഡി ടോട്ടലി റീസെറ്റ് ആയതുപോലെ then leg will come down. leg come down ആകുമ്പോൾ ടോട്ടലി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി സംഭവിക്കുമ്പോൾ ഐ ഗെറ്റ് ഒരു സ്മോൾ വേക്കിംഗ് അപ്പ്. നോക്കുമ്പോൾ ഞാൻ ഡ്രോയിങ് ഹാളിലാണ്. പിന്നെ എഴുന്നേച്ച് ആ ഷീറ്റിനെ മീൻസ് ടർക്കീനെ മടക്കി സൈഡിൽ വെച്ചിട്ട് ഞാൻ ബെഡ്റൂമിൽ ചെന്ന് ഉറങ്ങാം. ഇത് കാല് പൊക്കി വെക്കുമ്പോൾ തന്നെ ബ്ലഡിന്റെ സർക്കുലേഷൻ ബ്രെയിനിലേക്കുള്ള വളരെ ബ്രെയിനിനും ചെസ്റ്റിനും കൂടുതലായിട്ട് നിൽക്കും. നമ്മൾ ചെയ്യുന്നത് തിരിച്ചാണ്. തലയണ വെച്ച് തല പൊക്കി വെച്ചിട്ടാ കിടക്കുന്നത്. ഇല്ല, തലയണ പൊക്കി വയ്ക്കുന്നത് നല്ലതാണ്. സാധാരണ ചെയ്യുന്നത്, നമ്മളിപ്പോ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെഡില് കിടക്കുമ്പോ തലയണ 1-2 വെച്ച് തല പൊക്കി വെച്ചിട്ടാ കിടക്കുന്നത്. അപ്പൊ തിരിച്ചാ ചെയ്യേണ്ടതെന്ന് പറയുകയായിരുന്നു. ഇല്ല മാം, അതിനകത്ത് ഇത് റൈറ്റോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നാൽ, അൺലെസ് യു ഡു യോഗ, പ്ലീസ് ഡോണ്ട് അവോയ്ഡ് പില്ലോ. അതും കൂടെ പറഞ്ഞു തരാം. യോഗ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ പില്ലോ ഇല്ലാതെ കിടക്കാവൂ. എന്തെന്ന് പറഞ്ഞാൽ, യോഗാസനം ചെയ്ത് യു ട്രൈ ടു ഫ്ലാറ്റൻ യുവർ വെറ്റിബ്ര. അപ്പം കഴുത്തിന്റെ പോർഷൻസ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കഴുത്ത് നിൽക്കുന്നത് നോർമലി, എന്റെ വിരലിരിക്കുന്ന. അപ്പൊ വെറ്റിബ്ര ഇങ്ങനെ ഇരുന്നിട്ട് ഇതിന് ചെറിയ ഒരു ഇൻവേർഡ് കർവ് എന്നാണ് കഴുത്തിരിക്കുന്നത്. ആ കഴുത്തിന് സ്മൂത്ത്നെസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പില്ലോ വെക്കുന്നത്. ആക്ച്വലി ആ പില്ലോ കുറച്ചുകൂടെ വലുതാക്കി നമ്മൾ തലയിന് മുകളിലും കയറ്റുന്നത്. ആക്ച്വലി തലയിന് മുകളിൽ ഒരുപാട് കയറ്റാൻ പാടില്ല, കഴുത്തിന് കൊടുക്കണം. ബട്ട് ഇഫ് യു ഡു റെഗുലർലി ഓർ പീരിയോഡിക്കലി യോഗാസൻ, നിങ്ങളുടെ കഴുത്ത് പോർഷൻ is trying to adapt or adopt, ADEPT or ADAPT, whatever you call it. രണ്ടും ഉണ്ട് ഇംഗ്ലീഷിൽ. ഓക്കെ, ഇനിഷ്യലി ഇറ്റ് അഡാപ്റ്റ്സ്, then it goes adapts. ആ അഡാപ്റ്റേഷൻ സംഭവിക്കുമ്പോൾ ഇത് പില്ലോ ഇല്ലാതെ കിടന്നാലും കഴുത്തിന് വേദനിക്കില്ല, അല്ലെങ്കിൽ കഴുത്ത് വേദന വരും. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയരുത്, എന്നെ ചീത്ത വിളിക്കരുത്, ഇളങ്കോ ഒരു അല്ലാത്തൊരു വൃത്തികെട്ടവനാണ് എന്നെ കുറെ പൈസ ചെലവ് ചെയ്ത് എൻ്റെ കഴുത്തിന് വേദനിപ്പിച്ചത്. അങ്ങനെ ഒന്നുമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഫിസിക്കൽ കണ്ടീഷൻ. മൈ ഫിസിക്കൽ കണ്ടീഷൻ അക്സെപ്റ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഞാൻ പറയാമെന്നത്. അത് ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോഴല്ല, ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ സഹോദരിയുടെ ഒരു ഫംഗ്ഷൻ, മീൻസ് ഒരു ബെട്രോത്തൽ ഫംഗ്ഷൻ വന്നപ്പം എൻ്റെ വീട് നിറച്ച ആൾക്കാരും ഇതെല്ലാം. ഇപ്പം ഞാൻ സ്റ്റോർ റൂമിനകത്ത് ചെന്ന് നോക്കിയപ്പോൾ സ്റ്റോർ റൂമിലെല്ലാം വാഴയും അത് ഇതും എല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്ക് ശരിക്കും 2 ദിവസം ഉറങ്ങാതിരുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് പഠിക്കുന്നത്. അപ്പോൾ ഉറങ്ങാൻ സ്ഥലമില്ല, ഒരു കോർണറിൽ ചെന്ന് നിന്നിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. തറയിൽ കഴുത്തും ചെസ്റ്റും മാത്രം തറയിൽ വെച്ചിട്ട് ഞാൻ മതിലിൽ കാല് പൊക്കി വെച്ചിരുന്ന് ഉറങ്ങി നോക്കി. പിന്നെ കുറച്ചുകൂടെ എനിക്ക് സ്മൂത്തറായിരുന്നു, കാല് കുറച്ചുകൂടെ പൊക്കി വെച്ച് ആ കോർണറിൽ കാല് വെച്ച് തറയിൽ ചെസ്റ്റും തല മാത്രം തറയിലായിരുന്നു.
അത് എനിക്ക് മനസ്സിലായത് എൻ്റെ സാറ്, എന്നെ പഠിപ്പിച്ച സാറ് വീട്ടിൽ ഫംഗ്ഷന് വന്നിരുന്നു. ആ സാറ് ഇളങ്കോ എവിടെ നിന്ന് തപ്പി വന്നപ്പം എവിടെയും കിട്ടിയില്ല. അപ്പം എൻ്റെ ഒരു റിലേറ്റീവ് എന്നെ തപ്പിപ്പിടിച്ച് ഇതാ കിടക്കുന്നെന്ന് പറഞ്ഞ് വന്ന് കാണിച്ചപ്പം അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പോയി. പിറ്റേ ദിവസമാണ് അദ്ദേഹം എന്നെ റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞ്, ഇളങ്കോ നിനക്ക് ഇങ്ങനെ തലകുത്തനൊക്കെ കിടന്ന് ഉറങ്ങാൻ അറിയാവൂടെ എന്ന് വെച്ചു. എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി ഞാൻ അങ്ങനെയാണ് ഉറങ്ങിയതെന്ന്. എന്നിട്ട് എൻ്റെ അത്രയും ടയർഡ്നെസ്സിൽ ഐ ലെഫ്റ്റ് ഇറ്റ്. ബട്ട് ആഫ്റ്റർവേഴ്സ് ഐ റീകലക്റ്റഡ്, യെസ് ഇങ്ങനെയും ഉറങ്ങാമല്ലോ എന്ന് തോന്നിയപ്പോൾ പിന്നെ എനിക്ക് കാലിന് ചെറിയ ടയർഡ്നെസ് ഒക്കെ വന്നപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു 5 years ബാക്ക്. അത് വല്ലപ്പോഴുമാണ്. പിന്നെ ഐ സ്റ്റാർട്ടഡ് അഡോപ്റ്റിങ് എക്സ്ക്യൂസ് കാണാൻ ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടി തലകുത്തിന് കടന്നപ്പം ഐ ലവ്ഡ് ഇറ്റ്. ഐ ആസ്ക്ഡ് മെനി ഡോക്ടേഴ്സ് ആൾസോ എൻഡോസ്ഡ് ഇറ്റ്. നൗ മെനി ആർ ഡൂയിങ്. ഞാൻ പലർക്കും ഈ സജഷൻ കൊടുക്കാറുണ്ട്. അപ്പം ഒരുപാട് എക്സ്ട്രീംലി സിർസാഷൻ സ്റ്റൈലല്ല, ബട്ട് ഇപ്പം നമ്മുടെ സാബു സാറ് പറഞ്ഞതുപോലെ ചെസ്റ്റിനെ പമ്പിങ് ലെവൽ കുറയ്ക്കാനും ബ്രെയിനിന് ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടാനും പിന്നെ ഇങ്ങനൊക്കെ കിടക്കുമ്പോൾ രാത്രി നല്ല ബ്ലഡ് തലയ്ക്കകത്ത് വരുമ്പോൾ മെലറ്റോണിൻ ക്വിക്കായിട്ട് ഫോം ആകുന്നു. ഫോർമേഷൻ ഓഫ് മെലറ്റോണിന് അതിൻ്റെ റീസണൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. സോ ദിസ് സിസ്റ്റം വർക്ക്സ് ഔട്ട്. ഇത്രയേ ഉള്ളൂ. വെൻ യു ഗെറ്റ് മോർ യു ആർ ഫുള്ളി റെജനവേറ്റഡ്. ഈ റെജനവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാപ്പി ഹോർമോൺസ് കുറച്ചുകൂടെ കോർട്ടിസാലും ആൻഡ് വൺ മോർ എൻഡോർഫിൻ അല്ലേ സാർ? 2 അല്ലേ? യെസ്. അവർ 2 പേരെയും കുറയ്ക്കുക, 4 ഈ ഹാപ്പി ഹോർമോൺസിനെ കൂട്ടുക ജീവിതത്തിൽ. ദെൻ പിന്നെ ഞാൻ എന്തുകൊണ്ട് ജോഷി സാറടുത്ത് റെസ്റ്റിന് സത്യമാണോ എന്ന് ചോദിക്കുന്നത്? ജോഷി സാർ ഉണ്ടോ? ഹലോ സർ. ഉണ്ട്. ഓക്കെ. ആ റെസ്റ്റിന് നമുക്ക് റീഡിഫൈൻ ചെയ്യാമോ എന്ന് ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, ഹലോ. യെസ് സർ. യെസ് മാം. ഞാൻ സാറ് പറഞ്ഞ ഈ പോസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുക. യാ പ്ലീസ്. അതായത് 2 കണ്ടീഷൻസിൽ ഇത് വളരെ ഇഫക്റ്റീവ് ആണ്. ഒന്ന്, കാലിൽ വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ ഇഫക്റ്റീവ് ആണ്. രണ്ടാമത്തത് ഈ ബ്രോങ്കിയക്ടസിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ചെസ്റ്റിൽ കഫക്കെട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. ആ ബ്രോങ്കിയക്ടസിസ് വന്നിട്ട് അവർക്ക് ആ ലങ്സിലെ കഫം എക്സ്പെൽ ചെയ്തുപോലെ ചിലപ്പോൾ ബ്ലഡ് വരെ പോകാറുണ്ട്, തുപ്പിപ്പോവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഈ ഒരു പോസ്റ്റിൽ കിടന്നാൽ വളരെ ഇഫക്റ്റീവ് ആണ് എന്നുണ്ട്. ഈ പോസ്റ്റിനെ കുറിച്ച് സാർ പറഞ്ഞപ്പോ അതുകൂടി ഒന്ന് പറയണം എന്ന് തോന്നി. ഓക്കെ സാർ, താങ്ക് യു മാം. ഞാൻ ഒരു ക്രൂഡ് മെത്തഡോളജി കൂടെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ. ബട്ട് ഫർദർ ഞാൻ ഡോക്ടേഴ്സ് അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് എവറിബഡി സെഡ് ദാറ്റ് ഇറ്റ്സ് റിയലി നൈസ് മെത്തേഡ്, യു കണ്ടിന്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും കേട്ടതും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നല്ല ഒരു ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മാഡം പറഞ്ഞപ്പോഴാണ് ബ്രോങ്കൈറ്റിസിനും വെരിക്കോസിനും ഇത് ഗുണകരമെന്ന് ഇപ്പം മനസ്സിലാകുന്നത്. സോ ഐ വിൽ ഹിയർ ആഫ്റ്റർ സേ ദാറ്റ് ഇറ്റ് ഈസ് ബീൻ ഫൗണ്ട് ഔട്ട് ബൈ വൺ ഓഫ് മൈ good friend that it is useful for bronchitis as well as varicose vein. നല്ല കാര്യം. ഞാൻ ഇത് തലകുത്തനെ കിടക്കാൻ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തരാം. why did I find so എന്ന് ഞാൻ പറയാലോ? ഓക്കെ, റൈറ്റ്. ഈ നോർമലി ഡയബറ്റസ് വന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ കാലാണ് വേദന കൂടുന്നത്. കാല് വേദന കൂടുന്നതിനെക്കാട്ടിലും ലാസ്റ്റില് അവർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ കാലിലുള്ള തമ്പ് അല്ലെങ്കിൽ പെരുവിരലിനെ ഡോക്ടർ അമ്പ്യൂട്ട് ചെയ്യും. പെരുവിരൽ അമ്പ്യൂട്ട് ചെയ്തിട്ട് പോലും ചില സമയങ്ങളിൽ ഇവരുടെ ഡയബറ്റിസ് ലെവൽ കുറഞ്ഞിട്ടില്ലെങ്കിൽ ദേ അമ്പ്യൂട്ട് ദ പാം. ദെൻ നെക്സ്റ്റ് ദേ ഗോ ടു ലെഗ്. അപ്പം ഞാൻ ഈ എല്ലാത്തിനും ഒരു മണ്ടൻ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ എൻ്റെ അകത്ത് തന്നെയും അല്ലാതെ കുറേ നെറ്റിലും ഞാൻ വായിക്കാൻ തുടങ്ങി. വൈ ദേ ഓൾവേസ് അമ്പ്യൂട്ട് തമ്പ് ഫസ്റ്റ്, വൈ നോട്ട് ഹാൻഡ് തമ്പ്? കയ്യിലുള്ള പെരുവിരൽ എന്തുകൊണ്ട് മുറിക്കുന്നില്ല, കാലിലുള്ള പെരുവിരൽ എന്തുകൊണ്ട് മുറിക്കുന്നെന്ന് ചോദിച്ചപ്പം എനിക്ക് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത്, ഈ ഡയബറ്റസ് വന്ന ആൾക്കാർക്ക് ഉള്ള ബ്ലഡ് സെൽസ് ആദ്യം വീക്കാകുന്നത് കാലിലാണ്.
എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കാലിൽ എപ്പോഴും രക്തം ഫില്ലായതിനു ശേഷമാണ് മുകളിലോട്ട് ഫില്ലായി മുകളിൽ ചെസ്റ്റ് വരെ വരുന്നത്. അപ്പോൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, വെദർ യു ആർ സ്ലീപ്പിംഗ്, വെദർ യു ആർ സ്റ്റാൻഡിങ്, വെദർ യു ആർ റണ്ണിങ്, വെദർ യു ആർ ഇൻ ബസ്, വെദർ യു ആർ ട്രാവലിംഗ്, കാൽ എപ്പോഴും താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കാലിലാണ് ആദ്യം രക്തം എപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ ശ്രമിച്ചതാണ്. കാലിൽ ആദ്യമല്ല തലയിൽ ആദ്യം വെച്ചാൽ എങ്ങനെയായിരിക്കും കണ്ട ഒരു മെത്തഡോളജിയാണ് ഇത്. ഈ മീൻസ് എൻ്റെ റൂട്ട് കോസ് ഓഫ് ഫൈൻഡിങ് ദാറ്റാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഇങ്ങനെ ഇപ്പോൾ മാഡം പറഞ്ഞതല്ല, ജമുന മാഡം, അപ്പം രഞ്ജന മാഡം പറയുന്നതിന് ഇപ്പം ഞാൻ കൂട്ടിച്ചേർക്കുമ്പോൾ വെരിക്കോസ് വെയിന് ഇത് ഗുണം ചെയ്യുന്നു പറഞ്ഞാൽ കാലിലുള്ള രക്തത്തിന് കുറയ്ക്കുവാണെങ്കിൽ കാലിൽ പ്രശ്നങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും കാല് വേദന വരുവാണെങ്കിൽ ഇപ്പം ജമുന മാഡം പറഞ്ഞതിനും ഞാൻ പറഞ്ഞതിനും കൂടെ നമുക്ക് ഒരു ട്രയൽ കൂടെ വേണമെങ്കിൽ നോക്കാം. ഹൂ എവർ ഹാസ് ലെഗ് പെയിൻ can take a leg little on topper side or upper side than your chest and head, by which you may reduce the pain. You may, M-A-Y. Kindly don't say that Ilango said that. It is. I am not saying will, I am saying may, M-A-Y. അപ്പോൾ ഇംഗ്ലീഷിൽ MAOയിനൊക്കെ നല്ലൊരു വാല്യൂ ഉണ്ട്, ദയവായിട്ട് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇറ്റ് മേ റെഡ്യൂസ്. പക്ഷേ എന്നെ ജമുന മാം എൻഡോസ് ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് ഷുഡ് ബി എന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ എൻഡോസ് ചെയ്യുന്നതനുസരിച്ച്. Otherwise, I have only limited knowledge on this, but I read a lot always about brain and its activities. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. താങ്കൾ ഓരോരുത്തരും കേട്ട് കാണും, ഞാനൊരു 10 തൊട്ട് 15 സെഷൻ വരെ ബ്രെയിനിന് മാത്രമാണ് എടുത്തുകൊണ്ട് പോകുന്നത്, ബ്രെയിനിൻ്റെ പാർട്സും അല്ല ബ്രെയിനിൻ്റെ. അതിൽ ഞാൻ ബാക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് വീക്ക് ഇൻ കേസ് ഇഫ് സർ ഗിവ്സ് മീ എ ചാൻസ്, വി വിൽ സീ വാട്ട് ഈസ് ബ്രെയിൻ റെസ്റ്റ്. അങ്ങനെ ഓരോന്നിനും ഒരു ചോദ്യം എഴുതി വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറേ കാലം ഇങ്ങനെ വായിക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള മോട്ടിവേഷണൽ ബുക്സ് വായിക്കാൻ കുറച്ച് സമയം കുറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഐ ട്രൈ ടു തിങ്ക്. ഇപ്പം തന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഉറക്കത്തിലും അത് വർക്ക് ചെയ്യുന്നതെന്ന് വായിക്കുവാണെങ്കിൽ എവറി ടൈം ഇറ്റ്സ് വർക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞ ചില തിയറികൾ നമ്മൾ അതിനകത്തുനിന്ന് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ആർ എൻഡോസിങ്. ഓക്കെ, ജമുന മാം ഈസ് ലീവിങ്. താങ്ക് യു മാം, താങ്ക് യു. ഐ എം ഓൺ ഡ്യൂട്ടി. മാഡം വന്നതിന് വളരെ നന്ദി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതിലും സന്തോഷം. അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സീറ്റിലേക്ക് ബ്ലഡ് വരാത്തത് കൊണ്ടാണ് ഈ പറയുന്ന നംനെസ്സും അതുപോലെ തന്നെ ഈ ഫീറ്റ് മുറിച്ച് കളയേണ്ടൊക്കെ വരുന്നത്. ഫീറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റന്റ് പാർട്ട് ഫ്രം അവർ ഹാർട്ട്. ഫീറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റന്റ് പാർട്ട് ഫ്രം അവർ ഹാർട്ട്. Proper blood supply is not there. There's numbness and this kind of this happens, and they are diabetic patients. നംനെസ് കുറയുമെന്നാണോ സാർ പറയാൻ വന്നത്? Numbness will be increasing. എങ്ങനെ തലകുത്തനെ കിടന്നാലും കാല് മുകളിൽ വെച്ചാൽ നംനെസ് കൂടുവോ? അല്ലല്ല, അത് സാധാരണഗതിയിൽ നംനെസ് കൂടുമെന്നല്ല പറഞ്ഞത്. സാധാരണഗതിയിൽ കാര്യമാണ് പറഞ്ഞത്. ഈ ഫീറ്റ് ഈസ് വെരി ഫാർ ഫ്രം ദി ഹാർട്ട്. ഇറ്റ്സ് ദ ഫാറസ്റ്റ് പാർട്ട് ഫ്രം ദി. അവിടെ ബ്ലഡ് വരുന്നില്ല, ബ്ലഡ് ശരിക്കും വരുന്നില്ല. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ പറയുന്ന ഇതുകൊണ്ട് എന്നാ പറയുന്നത്, ശരിക്കുള്ളതായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ നംനെസ് കൂടുന്നതാണോ? അതെ, നംനെസ് കൂടും. അതെ സാർ, ഈ കാലിനാണ് ഫസ്റ്റ് നംനെസ് വരുന്നത് സാർ. അതിന് ഈ പെരുവിരലിനാണ് ഫസ്റ്റ് വരുന്നത്. ഈ ഇവരെല്ലാം ആംബ്യൂട്ട് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ ലൈനാണ്. വെൻ ബ്ലഡ് സർക്കുലേഷൻ റെഡ്യൂസസ്, നംനെസ് ഇൻക്രീസസ്. ഹൗ ബ്ലഡ് സർക്കുലേഷൻ റെഡ്യൂസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡയബറ്റസ് വന്ന ആൾക്കാർക്ക് ബ്ലഡ് ഈസ് ട്രൈയിങ് ടു ക്ലോട്ട് ലിറ്റിൽ മോർ ദാൻ ദ നോർമൽ പേഴ്സൺസ്. അങ്ങനെയാകുമ്പോൾ ആ ട്യൂബില് ഫ്രീ ആയിട്ട് 100 ml പാൽ ഒഴിച്ച് ഓടുമ്പോൾ, ഒരു ട്യൂബിൽ 100 ml പാൽ ഒഴിച്ചാൽ ആ പാൽ ഇവിടെ 100 ml 99.9 ml എത്തിച്ചേരും. ബട്ട് 100 ml തൈര് ഒഴിച്ചാൽ ഈ അറ്റത്ത് എത്തുന്നത് 100 ml 99 ml എത്തില്ല. ഒരു പ്രോബബ്ലി ഒരു 85-88% എത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് സ്മോൾ സോളിഡ് പാർട്ടിക്കിൾസ് ഇടയ്ക്കിടയ്ക്ക് ഹെൽഡപ്പ് ആകും. ഈ ഹെൽഡപ്പ് ആയി ഒരു ദിവസം ഉണക്കി വെച്ചിട്ട് രണ്ടാമത്തെ ദിവസം അഗൈൻ യു സെൻഡ് 100 ml മിൽക്ക് ത്രൂ ദാറ്റ് ട്യൂബ്, യു വിൽ നോട്ട് ഗെറ്റ് അഗൈൻ 99.9 liters 9 ml. അതിന് പകരം യു മേ ഗെറ്റ് ഓൺലി 93 ml.
ഇതെല്ലാം എൻ്റെ ഒരു നിഗമനത്തിൽ കൂടെ ഞാൻ സഞ്ചരിക്കുന്നതാണ്. ബട്ട് സയൻസ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് റൈറ്റ്. പ്ലംബറുടെ അടുത്ത് ചോദിച്ചാൽ അങ്ങേര് പറഞ്ഞു തരും. താങ്കളുടെ വീട്ടില് പഴയ വീടാണെങ്കിൽ വെള്ളം പല സമയങ്ങളിൽ കറക്റ്റായിട്ട് എത്തിയില്ല. എന്തെന്ന് പറഞ്ഞാൽ 2000-ങ്ങൾക്ക് മുമ്പുള്ള എല്ലാ വാട്ടർ പൈപ്പും അയൺ പൈപ്പാണ്. അയൺ പൈപ്പുകളെല്ലാം റസ്റ്റ് ചെയ്ത് അവിടെ കുറെ റസ്റ്റിംഗ് വന്ന് കുറെ ബ്ലോക്കായി ലാസ്റ്റിൽ ബ്ലോക്ക് ആവും. അതിന് ആൾട്ടർനേറ്റീവ് ആണ് അവർ PVC പൈപ്പ് കണ്ടെത്തിയത്. ഈ PVC പൈപ്പിൽ ബ്ലോക്ക് അത്ര ഇല്ലെന്നാണ് പറയുന്നെങ്കിലും ബട്ട് കമ്പാരറ്റീവ്ലി ലെസർ ആണെങ്കിലും ഈ റസ്റ്റ് ആകത്തില്ലല്ലോ, റസ്റ്റ് ആകത്തില്ല. റസ്റ്റ് ആകത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ പക്ഷേ ഈ ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സോളിഡ് പാർട്ടിക്കിൾസ് പോകണമെങ്കിൽ എവിടെയെങ്കിലും കിട്ടും. ആ റസ്റ്റിങ്ങിന് അവോയ്ഡ് ചെയ്യാനാണ്. നമ്മുടെ ദേഹത്ത് ഈ റസ്റ്റ് ആയതിന് തുല്യമായിട്ടാണ് ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാരുടെ ബ്ലഡുകൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലഡ് കുറച്ചുകൂടെ തിൻ ചെയ്യാനാണ് ഇവർ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ടാബ്ലറ്റ് കൊടുക്കുന്നതിൽ ഈ ഗ്ലൈക്കോമെറ്റ്, ഗ്ലൈമിപ്പിരിഡ്, പ്രൈഡ്, അങ്ങനെ എന്തോ സാധനങ്ങളാണ്. അതെല്ലാം അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്ലഡിന് തിക്കറായ ബ്ലഡിന് തിന്നറാക്കുക. Am I right, sir? Raju sir? Aspirin also. Aspirin plus aspirin. Okay. അല്ല, ഈ സാധനങ്ങളുടെ ഞാൻ ക്രൂഡ് വേ ഓഫ് എക്സ്പ്ലനേഷനിലാണ് ഞാൻ പോയത്. ഇങ്ങനൊക്കെ ചില സമയങ്ങളിൽ ഇതാണ് പൈപ്പ് എന്ന്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സൈക്കോളജിയിൽ EDS എന്നൊരു ടോപ്പിക് പഠിപ്പിച്ചു തരാറുണ്ട്, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം. അപ്പൊ അത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. സാറ് പറഞ്ഞതുപോലെ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് പമ്പിങ് ഫുൾ അത്ര റിക്വേർഡ് പെർസെൻറ്റേജ് പോകാതിരിക്കുമ്പോൾ നെർവസ് സിസ്റ്റത്തിനുള്ള ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കുറയും, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കുറയും. അത് ഇപ്പോൾ 100 ml ബ്ലഡ് എത്തുന്ന സ്ഥലത്ത് ഒരു 35 ml 40 ml മാത്രമേ എത്തുള്ളൂ, എത്തുന്ന ലെവലിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു സൈഡ് ഒരു എഫക്റ്റ് after some time it goes. You can go to any diabetologist, they will ask, carry on every month or every year, whenever you go to a diabetology doctor, in case if you are affected by diabetes, they will be asking these questions regularly. അറിയാൽ അതാണ് ഒരു സിംറ്റം. അതനുസരിച്ച് they have to change a medicine എന്ന് ഉദ്ദേശിച്ചാണ് അവർ അത് ചോദിക്കുന്നത്. അറിയാൽ ഞാൻ ഡോക്ടർ ജ്യോതിതയുടെ കൂടെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അദ്ദേഹം റെഗുലറായിട്ട് ഈ ചോദ്യം എല്ലായിടത്തും ചോദിക്കാൻ പറയും. ആ ചോദിക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്, സാർ ഈ ചോദ്യം എന്തിനാ അനാവശ്യം? എല്ലാ വർഷം എല്ലാ 3 മാസം കൂടുമ്പോൾ അങ്ങനെ നോ ഐ ആം ഓക്കെ എന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്തിനാണ് സാർ? അല്ലേ ഇളങ്കോ, ദാറ്റ് ഈസ് എ പീരിയഡ് വി ഹാവ് ടു ചേഞ്ച് എ മെഡിസിൻ ടു റൈറ്റ്ലി ലിക്വിഡേറ്റ് ദെയർ ബ്ലഡ് തിക്കാകാതെ നോക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞു. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ന്യൂറോബിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോബിൻ. ഓക്കെ, അത് ന്യൂറോപ്പതി വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സാർ. ന്യൂറോബിൻ തരുന്നത് ന്യൂറോപ്പതി വരാതാണ്. ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ അഗൈൻ ന്യൂറോയിൽ ഈ ന്യൂറോൺസിൽ കൂടെ ബ്ലഡ് കാപ്പിലറീസിൽ രക്തം പോകാതെ വരുമ്പോൾ വരുന്ന ഒരു സാധനമാണ്. അത് പെരിഫറൽ ന്യൂറോപ്പതിയാണ് ആദ്യം വരുന്നത്. പെരിഫറലിൽ വന്നിട്ടാണ് പിന്നെ ഇന്റർ സൈഡിൽ വരുന്നത്. ബ്ലഡ് വെസൽ ഇതല്ലേ റൈറ്റ്. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ ബ്രെയിനിന് വേണ്ടി കുറെ കാര്യങ്ങൾ ബ്രെയിനിന് വേണ്ടി വെച്ചിരുന്നു. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ എവറി പോയിന്റ് ഇൻ അറ്റ് എ ടൈം സോ ദാറ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു ക്ലാസ്സിൽ മാക്സിമം ഒരു 5 പോയിന്റ് മാത്രമേ കൊടുക്കാവുന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് ബ്രെയിനിന്റെ ഉള്ള ആക്ടിവിറ്റീസിന് കുറച്ച് പോർഷൻസ് മാത്രമാണ് പറഞ്ഞു തന്നത്. അപ്പം ആ ബ്രെയിനെ നമ്മൾ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡീവിയേറ്റഡ് മോഡിൽ നിന്ന് നോൺ ഡീവിയേറ്റഡിലോട്ടിട്ട് കൊണ്ടുവരിക. അല്ല, ഈ നോൺ ഡീവിയേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞതിന് ഇഫ് ഇറ്റ് ഈസ് ഫീലിംഗ് ദാറ്റ് ഡീവിയേറ്റഡ് ഏരിയ അല്ല നോൺ ഡീവിയേറ്റഡ് ഏരിയ, ഹൗ ടു ബ്രിങ് ടു ഡീവിയേറ്റഡ് ഏരിയ മീൻസ് ഡീവിയേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിനാണ് ഞാൻ വേറൊരു വാക്ക് കൊണ്ട് പറഞ്ഞ് റെഗുലേറ്റഡ് ഏരിയ. അപ്പോൾ റെഗുലേറ്റഡിലോട്ട് കൊണ്ടുവരുന്നതിന് സിമ്പിൾ തിങ് ഈസ് ട്രൈ ടു റെഗുലേറ്റ് യുവർ തോട്ട്, ട്രൈ ടു റെഗുലേറ്റ് യുവർ എമോഷൻ, try to regulate your environmental thinking. അപ്പം ഹോളിസ്റ്റിക് തിങ്കിങ്ങിലാണെങ്കിൽ think about you first, think about
next person second, think about others about third, and think about the environment fourth. ഈ 4 പേരെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ you are in a full-fledged or the holistic system. Holistic system അല്ലെങ്കിൽ ഒരു full what you call that environment is good. Okay, sir. Raju sir, thanks a lot. സാറിന് വേറൊരു സെഷൻ 8:30 തുടങ്ങിയത്. സാറ് ഇതിലാണ്. Nice. ഓക്കെ, So, എന്തെങ്കിലും I would like പറയാനാണെങ്കിൽ to have പറയൂ. this much നമുക്ക് only. We will go for ക്ലാസ്, എനിക്കൊരു ക്ലാസ് 8:30 ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയൂ. yes, സാറിനും അതേ ഉണ്ട്. Right. എന്നോടാ പറഞ്ഞു. സാർ പറഞ്ഞ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കൂ. യു ഫീൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് വെനസ്ഡേ അഗെയിൻ മൈൻഡ്ഫുൾനെസ്സിന് സാറ് വീണ്ടും നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പീരിയൻഷ്യലായിട്ട് അതിനെ ഫീൽ ചെയ്യിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും കമന്റ്സ്? എനി കമന്റ്സ്? സാറേ വെനസ്ഡേ ആണോ തേഴ്സ്ഡേ ആണോ സാറേ ഏതാണ്? അടുത്ത ക്ലാസ്? SLDയുടെ SLD അടുത്ത ക്ലാസ് അല്ല സാറേ, ഇളങ്കോ സാറിന്റെ ക്ലാസ്. അത് Thank you. മൈൻഡ്ഫുൾനെസ് Mindfulness on Wednesday. വെനസ്ഡേ ആന്റണി സാറില്ല. നമ്മുടെ ഇല്ല. ആന്റണി സാർ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എനിക്ക് വേണ്ടി തരും. അതാ ചോദിച്ചു സാറേ, സ്ഥിരം ആന്റണി സാറാണ്. അല്ല, അതെ അത് സാർ എടുക്കുന്നതെല്ലാം അഡ്വാൻസ് തിയറീസ് ആണ്. ഞാൻ എടുക്കുന്ന എല്ലാം ലോക്കൽ തിയറീസ് ആണ്. പക്ഷെ അതെല്ലാം നമുക്ക് അറിയേണ്ട, സാറ് പറഞ്ഞതുപോലെ ബേസിക് തന്നെ ആണ്. ഇതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോഴും സാറേ ഒരു ഡൗട്ട് ഉള്ളത്, ഡയബറ്റിക് പേഴ്സന്റെ ഈ വിരൽ മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എങ്കിൽ കൂടി ചോദിച്ചോട്ടെ. വിരൽ മുറിക്കുന്നതിന് കാരണം അവിടെ ബ്ലഡ് കറക്റ്റ് എത്താത്തത് കൊണ്ട് അവിടെ നിർജീവമാകും എന്നുള്ളത് കൊണ്ടാണോ? അവിടെ സെൽസ് ബ്ലഡുകൾ ചെല്ലാതെ വന്നപ്പം ആദ്യം സാറ് പറഞ്ഞ നംനെസ്സിലോട്ട് വരും. അത് കഴിഞ്ഞ് കാല് കറുപ്പ് കളർ അടിക്കും. കറുപ്പ് കളർ അടിക്കുക എന്ന് പറഞ്ഞാൽ സെൽ ഇസ് നോട്ട് ലൈവ്, സെൽ ഇസ് ഡെഡ് എന്നർത്ഥം. ആ സെല്ലെല്ലാം മരണപ്പെടുമ്പോൾ നമ്മുടെ സെൽ തിയറി വായിക്കുവാണെങ്കിൽ സെല്ലില് ഈ ഒരു സെല്ല് ഡെഡ് ആകുവാണെങ്കിൽ ആ സെല്ലിനെ നമ്മുടെ ദേഹത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ബാക്കി സെല്ലുകളെല്ലാം ഒരു ക്വാറന്റൈൻ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ഇപ്പോഴാണ് കോമൺ ആയത്. പണ്ട് ക്വാറന്റൈൻ എന്ന് പഠിച്ചാൽ ഞാൻ വലിയ തിയറിയിലാണ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വായിച്ചത്. ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരച്ച് ഇവനെ സെപ്പറേറ്റ്ലാക്കും. പറഞ്ഞാൽ എല്ലാ മനുഷ്യനും നോർമലായിട്ട് ഇരിക്കുന്ന ഒരുത്തം കള്ളടിച്ചാൽ അവനെ വേറൊരു റൂമിനകത്ത് സെപ്പറേറ്റ്ലി മാറ്റി അവനെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ കുറെ പേര് റൗണ്ട് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ഈ പ്രൊട്ടക്ഷൻ പ്രോസസ്സിൽ കുറെ സൈഡിലുള്ള സെല്ലുകൾ മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അവർ മരണപ്പെട്ടെങ്കിലും ദേഹത്തിന് ബാക്കിയുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നിൽക്കും. പക്ഷെ പ്രോബ്ലം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇവർ മരണപ്പെടുന്ന സമയത്ത് ചിലപ്പം ആദ്യത്തെ ഒരു സെല്ലിനെ ക്വാറന്റൈൻ ചെയ്യുമ്പോൾ ചുറ്റിലുമുള്ള 10 പേര് മരണപ്പെട്ട് അവര് കുറെ പേര് മരണപ്പെട്ട് അങ്ങനെ കുറെ വലുതാകുമ്പോൾ ആ ഏരിയ ഫുള്ളും ബ്ലഡ് പോകാതിരിക്കും. ഇവിടെ എല്ലാം കറുപ്പടിക്കും. അവിടെ കറുപ്പടിക്കുമ്പോൾ അവിടെ ടോട്ടലി ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ടോട്ടൽ സെൽസ് ആർ ഡെഡ്. ഈ സെല്ലുകളെ പ്രിവെന്റ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേറെ കുറെ സെല്ലുകൾ ഇതിന്റെ മുകളിൽ ഫൈറ്റ് ചെയ്തിട്ട് അവരും മരണപ്പെടും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷനെ കറുപ്പടിച്ച് കൂടുതൽ ഏരിയയിലോട്ട് പോകാതിരിക്കാൻ ഒരു സ്ഥലത്ത് വെച്ച് ആംബ്യൂട്ട് ചെയ്യും. ആംബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറുപ്പിന്റെ ഭാഗമില്ല. പിന്നെ എന്റെ സ്വന്തം സെല്ലുകൾ മരണപ്പെടുന്നത് കുറയും. ദാറ്റ് ഈസ് വൈ ആംബുട്ടേഷൻ എന്ന് മാഡം നെറ്റിൽ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ചോദിക്കൂ. ദേ വിൽ ടെൽ യു. അല്ല സാറേ, സാറി പറഞ്ഞതില് അറിയാമായിരുന്നു. അവിടെ പിന്നെ വിരല് കറുത്ത് വരുമ്പോഴാണ് അതിങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ മുകളിലോട്ട് കയറിയെന്ന് പറയും. പക്ഷെ അതിന്റെ ആ ബാക്കിലുള്ള സയന്റിഫിക് റീസൺസ് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് അതിന്റെ മനസ്സിലായത്. താങ്ക് യു സർ. ഞാൻ കുറെ ഈ കൊച്ചു കാര്യങ്ങൾ നന്നായിട്ട് വായിക്കത്തുണ്ട് അല്ലേ മാം? അതെ 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 അതാ പലരും പറയാത്ത കാര്യങ്ങൾ സാറ് ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തരുന്നത്. അല്ല, ഞാൻ വായിക്കുന്ന എല്ലാം ചെറിയ ഏരിയകളാണ്. വലിയ തിയറീസ് വായിക്കുന്നത് ലാസ്റ്റിലാണ്. ഞാൻ ആദ്യം വലിയ തിയറീസ് എല്ലാം വായിച്ചിട്ടാണ് അത് മനസ്സിലാവാതെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Now I am reading always downward. Okay. Thanks a lot. Thank you. Any other question or any other comments on my topic? Kindly let me know.
തലകുത്തി നിൽക്കുന്ന കാര്യം പറഞ്ഞില്ലേ? യെസ് സർ. അപ്പൊ ആ സമയത്ത് ആ ഈ തലയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഉം, കൂടുമല്ലോ. അതെ. ബ്ലഡ് വെസൽസ് നമ്മുടെ ഉം. തലയിലുള്ളതും നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസിനൊക്കെ കൂടുതൽ ഒരു എന്താണ് പറയുക എഫക്റ്റ് വരുമ്പോ ഉം. അത് പൊട്ടാനുള്ള BP വരാനോ അല്ലെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ? സാധ്യത കാരണം സാധാരണ ബ്രെയിനിനെ നമ്മൾ പമ്പ് ചെയ്തിട്ട് മുകളിലേക്കാണ് തലയിലേക്കൊക്കെ പോണത് ഇത്. പക്ഷെ ഇത് തലകുത്തി നിൽക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ കാലിലേക്ക് പോകുമ്പോൾ അതിന്റെ ബ്ലഡ് ഫ്ലോ കുറവാകുമ്പോഴാണ് നമ്മളെ തമ്പൊക്കെ നമ്മൾക്ക് ആംബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അതേ സമയത്ത് തിരിച്ചു നിൽക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ പമ്പ് ചെയ്യണത് മുകളിലേക്കും താഴത്തേക്കൊക്കെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. പക്ഷെ ആൾ ഓഫ് എ സഡൻ ഇഫ് യു ആർ എന്താ പറഞ്ഞ അപ്സൈഡ് ഡൗൺ ആയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ will it damage our blood vessels and all that? സാർ അതിനകത്ത് യെസും പറയാം നോയും പറയാം. ഈ ശീർഷാസൻ ഞാനൊക്കെ പ്രോബ്ലി 5 തൊട്ട് 10 മിനിറ്റ് ഒക്കെ ഞാൻ നിൽക്കാറുണ്ട്. നിൽക്കണമെങ്കിൽ എനിക്ക് 10 മിനിറ്റിനകത്ത് ഒരു നെർവും എനിക്ക് പൊട്ടിയതായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ടോട്ടൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ വെയിൻ ആൻഡ് ആർട്ടറി കുറിച്ച് വായിക്കുവാണെങ്കിൽ വെയിൻ ഈസ് എ ബ്ലഡ് circulatory system which brings bad blood to the what you call that uterus alla and the nephro area. Okay, it regulates and purifies and sends back through artery. ഈ ആർട്ടറിയിലും ഇതിലും ഈ കൂടുതൽ കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തിയറി അനുസരിച്ച് ഒരു കൂടുതലും ഇല്ല. യു നീഡ് ബ്ലഡ് സർക്കുലേഷൻ, ഇറ്റ് റീച്ചസ് ബ്ലഡ്. ബട്ട് പെർമനന്റ് ആയിട്ട് തലകുത്തനെ നിന്ന് ഞാൻ നോക്കിയിട്ടില്ല. മീൻസ് മണിക്കൂറുകളോളം നിന്നിട്ടില്ല. മണിക്കൂറുകളോളം നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വരുമ്പോൾ സാറ് പറഞ്ഞ ഈ കാലിൽ പെർമനന്റ് ആയിട്ട് ബ്ലഡ് വരുമ്പോൾ അവിടെയും വെയിൻ പൊട്ടണ്ടേ? പൊട്ടുന്നില്ല. അപ്പം നമ്മുടെ ട്യൂബ് 10 mm പകരം 20 mm പൈപ്പാണ് ലോഡഡ് ആയിരിക്കും തലയിലും കാലിലും ദേഹത്തിലും. അത് ഞാൻ അത്രയ്ക്ക് എക്സ്ട്രാഡിനറി ഞാൻ വാട്ട് യു കോൾ ദാറ്റ് ഡോക്ടർ ആയിട്ട് പഠിച്ചിട്ടില്ല. ബട്ട് സാറ് ചോദ്യം ചോദിച്ചതിന് ഉത്തരം എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട്. നമ്മുടെ ആ ട്യൂബ് പെട്ടെന്നൊന്നും പൊട്ടില്ല അൺലെസ് ദാറ്റ് ട്യൂബ് ബിക്കംസ് സോ വീക്കർ. ചില പ്രഷർ വരെ സാറിൻ്റെ വീട്ടിലുള്ള ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ് ഇല്ലേ, കുക്കിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കണ്ടൻസ്ഡ് ആണ്. LPG ലിക്വിഡ് ഗ്യാസ് ആണ്. ആ ഗ്യാസിന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഒരു വീട് ഫുള്ളും ഫില്ല് ചെയ്യാനുള്ള ഗ്യാസ് ഉണ്ട് അതിനകത്ത്. പക്ഷെ അവർ വെറും ഒരു 17 കിലോയെ ചെറിയ ഒരു ബോട്ടിലിനകത്ത് ഫില്ലപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ്. അതേപോലെ പക്ഷെ അത്രയും ഗ്യാസ് നമ്മൾ അടുപ്പ് വരെ കൊണ്ടുപോകാനുള്ള ഒരു പൈപ്പ് ശരിക്കും എത്ര പ്രഷർ ഉണ്ടെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള പൈപ്പാണ്. സാർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അതേപോലത്തെ പൈപ്പുകളായിരിക്കും നമ്മുടെ ബ്ലഡ് എല്ലാം ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ? അല്ല അതല്ല ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം, ആ നമ്മളുടെ ഈ ഹാർട്ടിന് അവർ എന്താണ് പറഞ്ഞത്, ഹാർട്ട് ഇറ്റ്സെൽഫ് അത് വർക്ക് ചെയ്യണത് ആ മുകളിലേക്കും താഴ്ചക്കൊക്കെ അതിനറിയാം എത്രമാത്രം പമ്പ് ചെയ്യണം നമ്മുടെ തലച്ചോറിന് വേണ്ടിയിട്ട്, എത്രമാത്രം പമ്പ് ചെയ്യണം കൈകളിലേക്ക് വേണ്ടിയിട്ട്, എത്രമാത്രം പമ്പ് ചെയ്യണം കാലിലേക്ക് വേണ്ടിയിട്ട്. സോ അതൊരു എന്താ പറഞ്ഞ അതിന് ഇൻബിൽറ്റ് കപ്പാസിറ്റിയാണ്. correct. അതിനെ നമ്മൾ ആർട്ടിഫിഷ്യലാക്കി മാറ്റി നമ്മുടെ തലയിലേക്കുള്ള രക്തോട്ടം അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ നമ്മൾ കൂട്ടുകയാണ്. ആ ഇല്ല കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല കൂട്ടിയിട്ടില്ല. സാറ് പറഞ്ഞത് ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ആ ബ്രെയിനിനും നമ്മുടെ നെർവസ് സിസ്റ്റമും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രമാത്രം പ്രഷറിൽ ബ്ലഡ് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞു. തലകുത്തിന് നിന്നാലും സാർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രോൾ ആയതുകൊണ്ട് അത്രേ കയറത്തുള്ളൂ എന്ന്? ഇങ്ങനെയാണ് സാർ ഞാൻ ചോദ്യത്തിന് ഉത്തരം മീൻസ് ഞാനായിട്ട് കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് ഒരു കാര്യം കൂടെ, യോഗ ചെയ്യുന്നവര് തലകുത്തി നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ തലകുത്തിന് നിൽക്കാറുണ്ട് 3 മിനിറ്റോളം. എനിക്ക് നമ്മുടെ ജവഹർലാൽ നെഹ്റു തലകുത്തി നിൽക്കുമായിരുന്നു. അതെ അതെ
സാറ് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ തിയറി ഇപ്പൊ സാറ് പറഞ്ഞ തിയറി ഞാൻ എവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞാൽ, ഐ വർക്ക്ഡ് ഇൻ ഫൈറ്റർ എയറോപ്ലെയിൻസ്. ഫൈറ്റർ എയറോപ്ലെയിനിലെ പൈലറ്റിന് ആന്റി ജി സൂട്ട് എന്ന് പറയും. ആന്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഉള്ള സൂട്ടിന്റെ പേര് അതാണ്. അവർ ഇവിടെ കൂടെ ഇട്ടിട്ട് ഈ കാലിന് മാത്രം ഒരു പച്ച കളർ നോക്കിയിരിക്കും. സാർ നോക്കിയിരിക്കണം. ഓക്കെ, ആ സൂട്ടിന്റെ പേര് ആന്റി ജി സൂട്ട്. ആ ആന്റി ജി സൂട്ട് ഇട്ടിട്ട് പൈപ്പിന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രഷറാവും. പ്രഷർ ആയതിനു ശേഷം ഇങ്ങനെ പറക്കുന്ന എയറോപ്ലെയിൻ അവൻ തലകുത്തണ പോലും ഇങ്ങനെ പറക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ പറക്കും, അവൻ കറങ്ങും. പക്ഷെ അകത്തിരിക്കുന്ന പൈലറ്റിന് ഒരു ചേഞ്ചസും തോന്നാറില്ല. ബിക്കോസ് ഐ ഹാവ് ഫ്ലോൺ ഇൻ സിമുലേറ്റർ. എനിക്കറിയാം. വി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഞാൻ പ്രത്യേകിച്ച് പൈലറ്റ് അടുത്തും ചോദിച്ചിട്ടുണ്ട്, സാറെ തലകുത്തണം ഇങ്ങനെ 2 മിനിറ്റിന് കൂടുതൽ പറക്കുമ്പോൾ എന്തെങ്കിലും ഐ ഡിഡ് നോട്ട് ഫീൽ എനിത്തിങ് ആസ് സച്ച്. നീ പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും സമയം തലകുത്തണമെന്ന്. എന്റെ മീറ്റർ കറക്റ്റായിട്ട് കാണിക്കുമായിരുന്നു എന്ന്. അപ്പം അങ്ങേർക്ക് തലകുത്തണം പറക്കുവാണെങ്കിൽ അതിന് ആന്റി ജി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ലോഡ് ചെയ്ത് അത്രയ്ക്ക് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ നോർമൽ ഏരിയയിലും ആ പ്രഷർ ഉണ്ട്. അയാൾ ഏതോ ലോകത്തിൽ മുകളിൽ നിൽക്കുന്ന പ്രഷറിലാണ് ആന്റി ജി ഉപയോഗിക്കേണ്ടത്. നമ്മൾ തറയിലെ ആന്റി ജി ആവശ്യമില്ല എന്നാണ് ഞാൻ ഫീൽ ചെയ്തത്. മൈ ആൻസർ മേ ബി റൈറ്റ് ഓർ മേ നോട്ട് ബി റൈറ്റ്. സാറ് പറഞ്ഞതുപോലെ എനിക്ക് ഈ സംശയം തോന്നുന്ന കാരണം എന്താ പറയുക സാറേ, ഞാൻ ചെറുപ്പം മുതൽ ഞാൻ നോക്കിയിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഷൂസിന്റെ ലേസ് കിട്ടാനോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ തല കുനിക്കുമ്പോ പെട്ടെന്ന് എൻ്റെ ഈ ഇവിടുത്തെ നരമ്പൊക്കെ അങ്ങോട്ട് പടച്ചു നിൽക്കും. ഓക്കെ, എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വേറെ ആൾക്കാർ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ തല കുനിച്ച് എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പൊ തല കുനിച്ച് അവിടേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കിണറിലോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ തല താത്തി നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഇവിടുത്തെ നരമ്പൊക്കെ അങ്ങോട്ട് പടച്ചു നിൽക്കും. അപ്പൊ അതൊരു ബ്ലഡ് ഫ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇല്ല, സാറ് പറഞ്ഞത് 100% ശരിയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇല്ലാത്ത പെക്യൂലിയാരിറ്റി സാറിന് കുറെ അഡ്വാൻറ്റേജസ് ബോഡി ആയിരിക്കും. സ്റ്റോപ്പ് ചെയ്തോട്ടെ. റൈറ്റ് സാർ. ഓക്കെ, താങ്ക് യു സാബു സാർ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. റൈറ്റ് സാർ. താങ്ക് യു. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. സാബു സാർ ഇറങ്ങിയോ? ഇറങ്ങിയില്ല അല്ലേ? ഓക്കെ, ശിലാമ ഉണ്ടായിരുന്നല്ലോ ആദ്യം തൊട്ടല്ലേ? ഇവിടെ ഭയങ്കര മഴയായിരുന്നു. സൗണ്ട് പോയല്ലോ.